ഓക്കെ, നമസ്കാരം എല്ലാവർക്കും. മെഡിറ്റേറ്റിംഗ് കേരള മെഡിറ്റേഷൻ ഡേ 6 സ്വാഗതം. സോ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ പല ടോപ്പിക്സിലൂടെ കേരളത്തിന്റെ വൈബ്രേഷനിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടല്ലേ? എത്ര പേർക്ക് കേരളത്തിന്റെ വൈബ്രേഷന്റെ എന്തായിരിക്കും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ഇരിക്കുന്ന ഒരു 45 പേരോ 75 പേരോ ഒന്നുമല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. There are a lot of light workers. നമ്മുടെ നോർമൽ സെൻസസിലൂടെ കാണാൻ സാധിക്കാത്ത ഒരുപാട് ബീയിങ്സ് വൈബ്രേറ്ററി ഫീൽഡില്, ഞാൻ പറയും അഹോരാത്രം, ഇവിടെ എന്താ പറയാ, മെട്രോയ്ക്കൊക്കെ വേണ്ടി പണിയെടുക്കുന്ന പോലെ അഹോരാത്രം അവര് പണിയെടുക്കുന്നുണ്ട്. നമ്മളവരെ കാണുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് അവരെ കാണാൻ പറ്റില്ല. ബിക്കോസ് അവർ വൈബ്രേഷൻ ഈസ് ഡിഫറെന്റ്, അവരുടെ എനർജീസ് ആർ ഡിഫറെന്റ്. ബട്ട് സംടൈംസ് വി ക്യാൻ സെൻസ് ഇറ്റ്. ചില സമയം നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ വൈബ്രേഷൻ ഒരു പ്രത്യേക തലത്തിൽ ഉയർന്നാൽ നമുക്ക് മനസ്സിലാവും, അവരെ സെൻസ് ചെയ്യാൻ പറ്റും. സെൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പല ലോകങ്ങളിലൂടെ തന്നെ പലരും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഭൂലോകമാണ്. ഭൂമി എന്ന് പറയുന്നത് എർത്ത് പ്ലെയിൻ. ഇത് ആരുടെ നിയന്ത്രണത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂവർ ലോകത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഭൂവർ ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്ലെയിൻ, ആസ്ട്രൽ പ്ലെയിൻ. ആസ്ട്രൽ പ്ലെയിൻ ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഭൂമി എങ്ങനെ ആയിരിക്കണം. സോ അവിടെ വരുന്നതാണ് സൺ, മൂൺ, പ്ലാനറ്റ്, സ്റ്റാർസ്, സ്റ്റാർ ബീയിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. ആ ഒരു പ്ലാനറ്റ്, ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത് അതിന് മുകളിൽ സ്വർഗലോകം എന്ന് പറയുന്നിടത്താണ്. അവരാണ് നിയന്ത്രിക്കുന്നത് അതിനെ. നമ്മുടെ എന്താ പറയാ, ഇന്ദ്രനൊക്കെ ഇരിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ അവർ ഒരുപാട് ഗോഡ്ലി ബീയിങ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയിനാണ് സ്വർഗലോകം. സോ സ്വർഗലോകത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു മാറ്റങ്ങളാണ് പലപ്പോഴും നമ്മുടെ എന്താ പറയാ ഭൂമിയിൽ വലിയ വലിയ മാറ്റങ്ങളായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ഈ സ്വർഗലോകത്തെ നിയന്ത്രിക്കപ്പെടുന്നത് അതിന് മുകളിലുള്ള മനോലോകം അല്ലെങ്കിൽ ആകാശിക് പ്ലെയിൻ എന്ന് പറയും. ആകാശിക് റെക്കോർഡ്സ് ഒക്കെ ഉള്ള ആകാശിക് പ്ലെയിൻ, അതിന്റെ നിയന്ത്രണത്തിലാണ്. അവിടെ ഒരുപാട് ഗാർഡിയൻസ് ഉണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്. സോ അതിന്റെ മുകളിലുള്ള പ്ലെയിൻ എന്ന് പറയുന്നത് ജനലോക എന്ന് പറയുന്നതാണ്. കുറെ കൂടി ഹയർ മാസ്റ്റേഴ്സ്, ഋഷീസ്, ഇവരൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ആണ്. അതിന്റെ മുകളിൽ തപോലോക. തപോലോകത്തിൽ നിന്നുള്ള എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ സണ്ണും ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി, ഈവൻ ഇൻക്ലൂഡിങ് ദി എർത്ത്. എർത്തിന് വേണ്ട പല എനർജീസ് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലൈ സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. വലിയൊരു ബീയിങ്ങിനെ എക്സിസ്റ്റ് ചെയ്യിക്കുന്നത് തപോലോകത്തിനാണ്. അതിനു മുകളിലാണ് ബ്രഹ്മലോക അല്ലെ സത്യലോകം എന്ന് പറയുന്നത്. പിന്നെ അവിടുന്ന് പിന്നെയും ഒരുപാട് ഡിവൈൻ പ്ലെയിൻസ് ഉണ്ട്. ഇപ്പം ലിബറേറ്റ് യുവർ വോയിസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത പലർക്കും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയായിരിക്കും. സോ ഇപ്പൊ ഞാൻ അതിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് പോകുന്നില്ല, ബിക്കോസ് ഒരുപാട് ടൈം ആവശ്യമുള്ള ഒരു കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനുഷ്യന് ഈ പറയുന്ന പല ലോകത്തിലേക്ക് സഞ്ചരിക്കാനും ആ വൈബ്രേഷനിൽ കണക്ട് ചെയ്യാനും സാധിക്കും. സോ നമ്മൾ പലപ്പോഴും മെഡിറ്റേഷനിലൂടെ ചെയ്യുന്നത്, നമ്മുടെ വൈബ്രേഷൻ കൂട്ടുംതോറും നമ്മൾ ഹയർ വൈബ്രേറ്ററി പ്ലെയിനിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യും. ഈ ഹയസ്റ്റ് വൈബ്രേഷനിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് പല മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നത്. നമ്മളിലെ ഒരു ഇൻഡിവിജ്വൽ ജീവിതത്തിലാണെങ്കിലും കളക്റ്റീവ് ആയിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും. ശരിക്കും പറയുന്നത്, ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എത്ര പേരത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞൊരു ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല.
കളക്റ്റീവ് എന്ന് പറയുന്ന ലൈഫാണ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എത്രയൊക്കെ ഒറ്റയ്ക്കിരുന്ന് മെഡിറ്റേഷൻ ചെയ്താലും അതുകൊണ്ടാവാം ഒരുപക്ഷെ ബുദ്ധനും ശങ്കരാചാര്യരും എല്ലാവരും ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവർ കളക്റ്റീവിൽ മാറ്റങ്ങൾ വരുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം കളക്റ്റീവ് മാറിയില്ല എങ്കിൽ എത്ര വലിയ എൻലൈറ്റൻഡ് മാസ്റ്റേഴ്സ് പോലും സഫർ ചെയ്യേണ്ടി വരും അതിനകത്ത്. കളക്റ്റീവ് എനർജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കളക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ടോട്ടൽ ഓഫ് എനർജി. നമ്മൾ ഓരോ വ്യക്തികളുടെയും സം ടോട്ടൽ, നമ്മളുടെ ഓരോ വ്യക്തികളുടെയും സം ടോട്ടൽ എനർജി എന്ന് വെച്ചാൽ അത് എന്താണ്? നമ്മളുടെ എനർജി എന്താണ്? നമ്മളുടെ ഊർജം എന്ന് പറയുമ്പോൾ അതെന്താ? അത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ 3 കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ്. അതായത് നമ്മളിലെ ഊർജം 1, 2 നമ്മളിലെ ചൈതന്യം കാത്തു സൂക്ഷിക്കുക, 3 നമ്മളിലെ ജ്ഞാനം. ഏറ്റവും രസകരമായ ഒരിക്കലും ഒരു മെഡിറ്റേഷനിൽ എനിക്ക് വന്നൊരു മെസ്സേജ്, മലയാളത്തിലുള്ള മെസ്സേജ് തന്നെയാണ്, അതിന്റെ നല്ല രസമായിരുന്നത്. അതായത് ഞാനായിട്ടുണ്ടാക്കിയ ഒരു സാധനവും ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോകാൻ സാധിക്കുന്നത് ജ്ഞാനം മാത്രമാണ്. ഞാനായിട്ടുണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന ഈ വീട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, എന്റെ കാർ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, എന്റേതെന്ന് വിശ്വസിക്കുന്ന എന്റെ ഭാര്യയും മകനെ പോലും എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ ജന്മത്തിലൂടെ നേടുന്ന ജ്ഞാനം അതെനിക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ നമ്മുടെ പുസ്തകം എന്താണ്? ജ്ഞാനം എവിടെ നിന്ന് ലഭിക്കും? ബുക്കിൽ നിന്ന് ലഭിക്കുമോ? കിട്ടുമോ? ബുക്കിൽ നിന്ന് കിട്ടുമോ ജ്ഞാനം? എങ്കിലേ നമ്മുടെ കേരളത്തിലുള്ളവരെ ഭയങ്കര ജ്ഞാനികളായിരിക്കണം, അല്ലേ? നിങ്ങൾ നാളെ മുതൽ ഇരുന്ന് ഭഗവത്ഗീത വായിച്ചാൽ ജ്ഞാനം കിട്ടുമോ? വേദാന്തം വായിച്ചാൽ ജ്ഞാനം കിട്ടുമോ? ഖുറാനോ ബൈബിളോ വായിച്ചാൽ ജ്ഞാനം കിട്ടുമോ? കിട്ടൂല. എന്താണ് ജ്ഞാനം ആദ്യം അറിയണം. ജ്ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെയാണ്. ഇപ്പൊ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളോട് പറയും, മോനെ തീയിൽ തൊട്ടാ കൈ കൊള്ളുമെന്ന് പറയും. അത് അറിവാണ്. ഇറ്റ്സ് എ കോൾഡ് നോളജ്. നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? അറിവാണ്, നോളജ് ആണ്. ജ്ഞാനം എങ്ങനെ ഉണ്ടാകുന്നത്? അച്ഛനമ്മയൊക്കെ പറഞ്ഞു, ശരിയാണ്. നമ്മൾ എന്ത് ചെയ്യും? ജ്ഞാനം തേടുന്ന ഒരു വ്യക്തി, ഇപ്പൊ ഞാനാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ തീർച്ചയായിട്ടും പോയി തീയിൽ പോയി തൊട്ടുപോകും. പക്ഷെ എന്റെ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീയിലേക്ക് എടുത്ത് ചാടൂല, ഒരു തീക്കകത്ത് ചാടി നോക്കത്തില്ല, അല്ലെങ്കിൽ ഗ്യാസിലുള്ളിടത്ത് പോയി കൈവയ്ക്കില്ല. പതുക്കെ അടുത്തിരിക്കുന്ന ഒരു വിളക്ക്, കത്തിയിരിക്കുന്ന ഒരു വിളക്കിൽ മെല്ലെ നമ്മുടെ ഒരു ചെറു വിരലോ ചൂണ്ടുവിരലോ കൊണ്ട് പതുക്കെ ഒന്ന് തൊട്ടു പോകും. ഇതെന്താണ് ഈ പൊള്ളലെന്ന് അറിയണ്ടേ? അപ്പൊ ചെറിയ ചൂടടിക്കും. ചൂടടിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കയറ്റി വെച്ച് നോക്കും, കുറച്ചുകൂടി ചൂടടിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഇതാണ് അച്ഛനും അമ്മയും പറഞ്ഞ ചൂട്. അപ്പൊ തീ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും എന്ന് പറഞ്ഞത് വളരെ മൈൽഡായിട്ട്. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മുതിർന്നവരെ ശ്രദ്ധിക്കേണ്ട നെസസിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ പറയുന്നതെല്ലാം അനുസരിക്കാതെ എന്തെങ്കിലും തോന്നിവാസം ചെയ്യുന്ന അവസ്ഥയല്ല. കാരണം അവർ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യും. അത് നമ്മൾ കേൾക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയാ, ഒരു കോഷ്യസ് ആകാനും ശ്രദ്ധയോടുകൂടി, ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ വേറൊരു ഭാഷയെ പറഞ്ഞാൽ അവയർനെസ്സോടുകൂടി, ബോധത്തോടുകൂടി നമ്മളത് ചെയ്യാനാണ്. പക്ഷെ പലപ്പോഴും എന്താ പറ്റുക, നമ്മൾ മനസ്സിലാക്കുന്നത് ചെയ്യരുതെന്നാണ്. ചെയ്യരുതെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് എന്ത് പറ്റും? ഉണ്ടാവില്ല, എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ചെയ്യണം. എനിക്കറിയില്ല എത്ര അച്ഛനമ്മമാർ അത് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആഴത്തിൽ ഈ ലൈഫ് വിട്ട് ഡെത്തിന്റെ മൊമെന്റിലെങ്കിലും അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും, എന്താ ഭഗവാനെ ഞങ്ങൾ പറഞ്ഞതിനൊക്കെ അപ്പുറത്തേക്കുള്ള ആ സ്പേസ് അവർ എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് ആഗ്രഹിക്കും. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില ജന്മത്തിൽ നിന്നുമാണ്. ഫസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നതിലൂടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ മരണസമയത്ത് എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്. കാരണം മരണസമയത്തുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ എൻ്റെ ജീവിതം റിവ്യൂ ചെയ്യും. വളരെ ഫാസ്റ്റ് ആയിട്ടാണ്, പക്ഷെ ഇങ്ങനെ നമ്മളിങ്ങനെ ടക്ക് 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 ഇങ്ങനെ വായിച്ചു പോകും. ഈ പോകുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തർ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ്, കൊടുത്ത വാക്കുകൾ, പല സമയത്തും ചില പ്രോമിസസ് നമ്മളെ ഭയങ്കരമായിട്ട് അവിടെ പിടിച്ചു വെക്കും. പലപ്പോഴും പല ആത്മാക്കളും തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ എനിക്കറിയാം, ഞാനൊരു ലൈഫില് എനിക്കുള്ള മകൾക്ക് ഞാൻ നൽകുന്ന ഒരു
വാക്കെന്ന് പറയുന്നത് വെറുതെ ലൈഫ് കൊടുക്കുന്ന ഒരു വാക്കാണ്. അച്ഛൻ നിന്നോടൊപ്പം എന്നും ഉണ്ട് എന്നൊരു വാക്ക് മകൾക്ക് കൊടുക്കുകയാണ്. പക്ഷേ മരിച്ചു പോകുന്നുള്ളത് മറന്നുപോയി. എന്നും ഉണ്ടെന്നുള്ളത് ഫിസിക്കലി അല്ലല്ലോ. സോ ഈ ഫിസിക്കലി അല്ല എന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പല തരത്തിൽ ശ്രമിക്കാറുണ്ട്. ഈവൻ ഡ്രീംസിലൂടെ ശ്രമിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് മരിച്ചുപോയ ആളുകൾ ഡ്രീമിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ അമ്മൂമ്മ മരിക്കുമ്പോ എനിക്ക് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എന്റെ ഉള്ളിൽ ഞാൻ പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഞാനൊരു 3ാം ക്ലാസ്സിലോ 2ലോ പഠിക്കുമ്പോൾ എന്റെ ഒരു വാശിക്ക്, എന്റെ ഒരു ദേഷ്യത്തിന്, അന്ന് ഈ അമ്മ ഉണ്ടാക്കി വെച്ച കൊഞ്ച് തീയലുണ്ടായിരുന്നു. അതായത് ഞാൻ നോൺ വെജിറ്റേറിയൻ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ അമ്മൂമ്മയോട് പറഞ്ഞത് വിളമ്പി തരാൻ. അമ്മൂമ്മയാണെങ്കിലോ ഭയങ്കര വെജിറ്റേറിയൻ, ഭയങ്കര ശുദ്ധഗതി, എന്താ പറയാ, ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ് അമ്മൂമ്മ. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. വിളമ്പിത്തരാൻ പറഞ്ഞു, വിളമ്പി തന്നില്ല. ഞാനെടുത്ത് മേത്തോട്ടുള്ള ഒറ്റ ഒഴിച്ചു. പക്ഷേ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മൂമ്മ മരിച്ച സമയം എന്റെ ഏറ്റവും വലിയ പെയിൻ അതായിരുന്നു. മരിച്ചതിനേക്കാളും പെയിൻ. എനിക്ക് അമ്മൂമ്മയോട് ക്ഷമ ചോദിക്കാൻ പറ്റിയില്ല. ഞാൻ ചെയ്ത തെറ്റ് അമ്മൂമ്മയോട് ക്ഷമ ചോദിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല. ബോധം ഉണ്ടായില്ല, അതാണ് സത്യം. 3ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ സംഭവിച്ചതാണ്. അത് കഴിഞ്ഞ് ഇത്രയും വർഷം ഉണ്ടായിരുന്നു, ഒന്നും ബോധം ഉണ്ടായില്ല. ഒരു കാര്യം. 2, എന്റെ അച്ഛൻ എന്നെ അടുത്ത് വിളിച്ചിരുന്നു. അമ്മൂമ്മയെ കാണാൻ പോകുമ്പോ എന്റെ അച്ഛൻ, സാധാരണ അച്ഛൻ അങ്ങനെ നിർബന്ധമൊന്നും പിടിക്കില്ല. പക്ഷെ അന്ന് അച്ഛൻ പറഞ്ഞു, എടാ ബാ, നീ കൂടി പോ, നമുക്കൊന്ന് പോയി എന്റെ അമ്മയെ കാണല്ലേ, നീ കൂടി പോ, അമ്മൂമ്മയല്ലേ കണ്ടിട്ടിരാം. ഞാൻ പറഞ്ഞു എനിക്ക് കാണാനെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ഇരുന്നോളാം, എനിക്ക് വേറെ പണിയുണ്ട്, അച്ഛൻ വയ്ക്കോ, ഞാൻ വീട്ടിൽ ഇരുന്നോളാന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ഞാൻ പോയി കാണുന്ന അമ്മൂമ്മയ്ക്ക് ബോധമില്ലാത്ത അമ്മൂമ്മയാണ്. സോ അതെനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു. കാരണം വെച്ചാൽ അന്ന് അച്ഛൻ പറഞ്ഞ കേട്ടില്ല, അതൊന്നും ശ്രദ്ധിച്ചില്ല. കാരണം ഒരുപക്ഷെ ഒരാളുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, നമ്മൾ അതിനൊരു ചെവി കൊടുത്തില്ലല്ലോ എന്നത് എനിക്കൊരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിതെല്ലാം ആലോചിച്ച് കരയുമ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ലിറ്ററലി ശരിക്കും പറഞ്ഞാൽ സ്വപ്നമാണോ ഒറിജിനൽ ആണെന്ന് അറിഞ്ഞൂടാ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എന്റെ 2 കസിൻ ബ്രദേഴ്സും ഒരേ സമയം എക്സ്പീരിയൻസ് ചെയ്യാണ്. അമ്മൂമ്മ അടുത്ത് വന്ന്, ഇപ്പോഴും ഞങ്ങളത് ഉറക്കത്തിൽ കണ്ടതാണോ ഉണർന്ന് കണ്ടതാണോ എന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല. അടുത്ത് വന്ന് ഞങ്ങളോട് പറയുന്നത്, മക്കളെ വിഷമിക്കണ്ട, ഞാൻ വളരെ സുന്ദരമായൊരു ലോകത്താണ് പോകുന്നത്, അതുകൊണ്ട് അവിടെ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ എന്റെ ചുറ്റിനും കുറച്ച് മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അവരോടൊപ്പം പോകുന്നത്, പേടിക്കണ്ട. പക്ഷെ അന്ന് മാസ്റ്റേഴ്സ് എന്നൊക്കെ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അന്ന് വേറൊരു ഭാഷ അമ്മൂമ്മ പറയുന്നത്, അമ്മൂമ്മയുടേതായ ഭാഷ പറയുന്നത്, എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്താ ഭാഷയെന്ന്. പക്ഷെ അമ്മൂമ്മ ഒരു സേഫ് ആയ സ്ഥലത്താ പോകുന്ന ഒരു ഉറപ്പ് അവിടെ കിട്ടുന്നുണ്ട് അവിടെ. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെത്ത് മൊമെന്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ഇപ്പൊ ഞാനാണ് ഇപ്പൊ കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് ഈ മെഡിറ്റേഷൻ ക്ലാസ്സസ് എടുക്കുമ്പോൾ ഓരോ സ്ഥലത്തും ആളുകൾ ഒരുപാട് രസകരമായ മരണസമയത്ത് അവരുടെ വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ചിലപ്പോൾ അവർ എഴുതി വെച്ച കുറിപ്പായിരിക്കാം, മരിക്കുന്നതിന് തൊട്ട് മുമ്പ്. അതിൽ ഏറ്റവും രസകരമായി ഞാൻ വായിച്ചിട്ടുള്ള ഒരു കുറിപ്പ്, ആ ലേഡി എനിക്ക് ആ ഒരു ഇത് കാണിച്ചു തന്നു ഞാനൊരു സ്ഥലത്ത് മെഡിറ്റേഷൻ എടുക്കുമ്പോൾ. അതായത് അവരുടെ അമ്മ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ വെച്ച് എഴുതുന്നതാണ്. ഒന്നാമത് എഴുതുന്നത്, എന്റെ ചുറ്റിനും ഏഞ്ചൽസ് ഉണ്ട്. അവര് പറയുന്ന ഭാഷ അതാണ്, ഏഞ്ചൽ പോലത്തെ ഒരു ബീയിങ്സ് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ നമുക്ക് പോവാം. ഞാൻ പറയുന്നുണ്ട്, ഇല്ല, എന്റെ മക്കൾ ഒറ്റയ്ക്കാണ്, ഞാൻ വരില്ല. അപ്പൊ അവര് പറഞ്ഞു, ശരി, ഞങ്ങൾ നാളെ വരാം. ആലോചിച്ച് നോക്കണം, നമ്മൾ ഉടനെ പിടിച്ചുകൊണ്ട് പോകുന്ന, നമ്മൾ ഈ സിനിമയെ കാണുന്ന എന്താ പറയാ, തിലകനൊക്കെ അഭിനയിച്ചിട്ടുള്ള പോലെ ഒരു പോപ്പിന്റെ പുറത്ത് കയറി ഇങ്ങനെ കയറൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങനെ പറഞ്ഞിപ്പോ അത് പിടിച്ചോണ്ട് പോവല്ല. ദേ കം ആൻഡ് നെഗോഷിയേറ്റ്. ദേ ട്രൈ ലോട്ട് ഓഫ് നെഗോസിയേഷൻസ്. മാസ്റ്റേഴ്സ് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യും. സോ അപ്പൊ അവര് എഴുതുന്നുണ്ട്, എന്നെ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്, മക്കളെ ഞാൻ പോകുന്നില്ല, ഇവിടെ ഉണ്ട്. അടുത്ത ദിവസം അവർ എഴുതിയിരിക്കുന്ന എഴുത്തെന്ന് പറയുന്നത്, അവര് വന്ന് പറയുന്നുണ്ട്, പാപം ഞാൻ പൊക്കോട്ടെ, ഞാൻ അവരോടൊപ്പം പൊക്കോട്ടെ, എനിക്കെന്തോ അവരെ ഇഷ്ടപ്പെട്ടു. എന്നിട്ടും അവര് വെയിറ്റ് ചെയ്യണം. എഴുതുകയാണല്ലോ, ഇതൊരു സിസ്റ്റർ കാണിച്ചു കൊടുക്കണം. അപ്പൊ മക്കൾ ഒരു ദിവസം അടുത്തെന്ന് പറഞ്ഞ, അമ്മയത് എന്ത് ഭ്രാന്ത എഴുതിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞ്, മക്കള് സത്യമാണ്, ഞാൻ പൊക്കോട്ടെ. എന്നിട്ട് മോളുടെ മുഖത്ത് നോക്കി അമ്മ പറയാണ്, അമ്മ പറയുന്ന ഡയലോഗാണ്, ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. നമ്മൾ ഒരുമിച്ച് ഈ ലൈഫിൽ വരുമ്പം നിന്നെ കുറെ കാര്യങ്ങളിൽ നിന്നെ ബോധമാക്കണം എന്ന് പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ എന്തെന്നറിയില്ല, നിന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ നിന്നെ ഉപദ്രവിച്ചു, നിന്നോട് ഹാർഷായിട്ട് ബിഹേവ് ചെയ്തു. ഈ അമ്മയോട് ക്ഷമിക്കാം. മകളോട് അമ്മ പറയുന്നതാണ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ്. അവർ വലിയ മെഡിറ്റേറ്റർ ഒന്നും അല്ല, അതാ രസം. പക്ഷെ അവർക്ക് എങ്ങനെ അവയർനെസ് കിട്ടിയെന്ന് ഞാൻ അന്ന് അവർ ചിന്തിക്കുകയാണ്, എങ്ങനെയായിരിക്കും ഇത് കിട്ടിയത്? കാരണം ബ്യൂട്ടിഫുള്ളി അവര് ഞങ്ങൾ പഠിച്ചതും പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ പോകുന്നതും മറ്റുള്ളവർക്ക് റിഗ്രഷൻ ചെയ്യുമ്പോൾ ഒക്കെയുള്ള എക്സ്പീരിയൻസ്
അവരുടെ ഡെത്ത് മൊമെന്റിൽ അവരെഴുതി എന്നിട്ട് മകൾ എന്നോട് ചോദിക്കുന്നത് ഇതൊക്കെ സത്യമാണോ ചോദിക്കാൻ എൻ്റെ അടുത്ത് വന്നത്, അതോ അവരുടെ അമ്മയ്ക്ക് മരിക്കുന്നതിന് മുമ്പ് വട്ടായി പോയിട്ടുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ ട്രൂത്ത്. ആ അമ്മയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരാൻ പറഞ്ഞു. കാരണം ഐ വോണ്ട് ടു സീ ഹർ because she before dying she touched the divinity, touched the upper plane. പലരും ഇത് അനുഭവിക്കുന്ന അറിയുന്നില്ല, ബട്ട് somehow അവർക്ക് അത് അറിയാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും ഇത് അറിയാനുള്ള കഴിവുണ്ട്. അതിൽ ഇൻട്രസ്റ്റിംഗ്ലി രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അറിയാൻ സാധിച്ചതിന്റെ റീസൺ ആയിട്ട് എനിക്ക് മനസ്സിലായത്, ഇവർ അതിനു മുമ്പ് കുറെ നാള് ഇവരുടെ ഹസ്ബൻഡ് മരിച്ചതിന്റെ കരച്ചില്, പെയിന്, ദേഷ്യം, ഇവരുടെ കണ്ടീഷൻസ് മകൾ എന്നോട് ഷെയർ ചെയ്തപ്പം എക്സാക്ട്ലി ഇന്നലെ പ്രിയർക്ക് സെഷനിലെ റിസൺമെന്റ് അല്ലെങ്കിൽ ഫോർഗീവിങ് ഇതുപോലത്തെ ഒരു പ്രോസസ്സിലാണ് അവർ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഇന്നലത്തെ സെഷൻ എടുക്കുമ്പോൾ എന്റെ മനസ്സിൽ മുഴുവൻ ആ അമ്മയായിരുന്നു. കാരണം അമ്മ ഷെയർ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അവര് കടന്നു പോകുന്നുണ്ടായിരുന്നു അതിനു മുമ്പ്. സോ ഇത് കടന്നു പോകുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ എന്തിനാണ് ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്? ഞാൻ രണ്ട് തരത്തിലുള്ള സ്പിരിച്വൽ ആളുകളെയാണ് ഈ ലോകത്ത് കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് ടൈപ്പാണ്. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏത് സമയവും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു എയറോപ്ലെയിനകത്ത് കയറി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അവരൊരു കാലത്തും ഭൂമിയിൽ ഇറങ്ങില്ല. അവരിങ്ങനെ വലിയ വലിയ കൺസെപ്റ്റ് ഒക്കെ പറയും. ഗ്രാറ്റിറ്റ്യൂഡ്, ഫൊർഗീവ്നെസ്, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവരിങ്ങനെ. നമ്മൾ എല്ലാത്തിനോട് സ്നേഹം, ലവിനെ പറ്റി അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അവര്. പീസ്. പക്ഷെ അവരെപ്പോഴും ഭൂമിയിൽ ഇറങ്ങും? ഭൂമിയിൽ അവർ ഇറങ്ങില്ല. രണ്ടാമതൊരു കൂട്ടരുണ്ട്, അവർ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയുന്നുണ്ടാവില്ല, പക്ഷെ അവരെപ്പോഴും അവരെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. എന്റെ മാസ്റ്റേഴ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ രണ്ടാമത് പറഞ്ഞ ആളുകളാണ് ട്രൂ സ്പിരിച്വൽ ആളുകൾ. ആദ്യം പറഞ്ഞ ആളുകളുടെ പേര് സൂഡു സ്പിരിച്വൽ ആളുകൾ എന്നാണ്. എന്നുവെച്ചാൽ അവർ ഒരു കാര്യങ്ങളും ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നില്ല. അവരിങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അവർക്കൊന്നും ഫീൽ ചെയ്യണ്ട. അവരാണ് അപ്പതി എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർ ഫീൽ ചെയ്യില്ല, ഒന്നും ഫീൽ ചെയ്യില്ല. അവര് they are always in love, they are always unconditional, they are always peaceful. There is no anger, there is no frustration, there is no sadness. Life is rosy. പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി പല ആളുകളും ഈ വലയത്തിൽ പോയി ഈസി ആയിട്ട് വീഴും. മനസ്സിലാക്കുക, ആ വലയം വളരെ ഡേഞ്ചർ ആണ്. ഏറ്റവും രസകരമായി ഞാൻ കണ്ടിട്ടുള്ളത്, എനിക്കങ്ങനെ ഈസ്റ്റേർന്നോ വെസ്റ്റേർന്നോ ഉള്ള പക്ഷാഭേദമൊന്നുമില്ല, പക്ഷെ വെസ്റ്റിലാണ് ഇത് കൂടുതൽ. വെസ്റ്റേൺ സയൻസിൽ ഇത് ഭയങ്കരമായി കൂടി നിൽക്കുന്ന അവസ്ഥയാണ്. റോസി ആക്കുക നമ്മൾ ഇമ്മീഡിയറ്റ്ലി. നമ്മൾ ഒന്നും ഫീൽ ചെയ്യരുത്, ഇമ്മീഡിയറ്റ്ലി നമ്മൾ റോസി ആക്കുക. ഇമ്മീഡിയറ്റ്ലി അതിന്റെ സൊല്യൂഷൻ ഉണ്ട്. പണ്ട് ഐൻസ്റ്റീനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഞാനൊരു പ്രോബ്ലം, നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തന്ന 1 മണിക്കൂർ തന്നാൽ നിങ്ങൾ അതെങ്ങനെ സോൾവ് ചെയ്യും? അപ്പൊ ഐൻസ്റ്റീൻ പറഞ്ഞു, ഞാന് 59 മിനിറ്റ് പ്രോബ്ലം ഡിഫൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. only 1 minute ഞാൻ സൊല്യൂഷൻ അന്വേഷിക്കുള്ളൂ. So we need to defining the problem, we need to understand the problem, because what we say as problem, നമ്മൾ ലൈഫിൽ പ്രോബ്ലം എന്ന് പറയുന്ന കാര്യത്തില് ഒരുപാട് ജ്ഞാനം ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പാടെന്ന് പറയുന്ന ലൈഫ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും കറേജിയസ് ആയതുകൊണ്ടാണ്. അല്ലാതെ സ്പിരിച്വൽ സയൻസിൽ വന്നു കഴിഞ്ഞാൽ ലൈഫ് റോസി ആകും എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. അത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്തു, എനിക്കൊരു അസുഖം വന്നു. മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് എന്തിനാണ് അസുഖം വന്നത്? മെഡിറ്റേഷണൽ എനർജിയോടൊപ്പം ആ ഡിസീസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയാണ്. ഫേസ് ചെയ്യുന്നതിലൂടെ അതിൽ നിന്ന് പഠിക്കാനാണ്. ചില ആളുകൾ ചോദിക്കും, അയ്യോ ഞാൻ മെഡിറ്റേഷൻ ജേണിയിൽ ഇറങ്ങിയതിന് ശേഷം എന്റെ ലൈഫിൽ പെട്ടെന്ന് എന്റെ സ്പൗസുമായിട്ട് പ്രശ്നങ്ങൾ തുടങ്ങി. അതെന്താ കാര്യം? അത് മെഡിറ്റേഷന് പോലെ കുഴപ്പമാണോ? മെഡിറ്റേഷന് കുഴപ്പമുണ്ടായിട്ടല്ല, അതിന് മുമ്പ് അത് വന്നിരുന്നു എങ്കിൽ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ മനസ്സിലാക്കുക, നമ്മൾ സ്പിരിച്വൽ പാത്തിൽ പോകുന്തോറും നമുക്ക് 2 കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഈ 2 കാര്യങ്ങൾ കൂടുമെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ കണ്ടിന്യൂ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ സാധാരണ ജീവിതം ജീവിക്കാം. One is responsibility, another is challenge. ചലഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും ലൈഫില്. കാരണം നമ്മൾ വളരെ അഡ്വഞ്ചറസ് സോളാണ്. പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചലഞ്ച് എങ്ങനെ ഇല്ലാതാക്കാം? ചലഞ്ചിനെ ഇല്ലാതാക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
റെസ്പോൺസിബിലിറ്റി എങ്ങനെ എടുക്കാതിരിക്കാം. ഈ രണ്ട് ആസ്പെക്ട് ആണ് എപ്പോഴും ഉള്ളത്. സോ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ എടുക്കേണ്ടത്? വീട്ടുകാരുടെ ആണോ, നാട്ടുകാരുടെ ആണോ? ആരുടെ റെസ്പോൺസിബിലിറ്റി എടുക്കണം? നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഈ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് എപ്പോഴും പറയുമ്പോൾ അതെന്താ ഈ സാധനം? നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം? ഇപ്പൊ മീര ക്ലാസ്സിൽ പറഞ്ഞു ഫ്ലോ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു, ലഡു ക്ലാസ്സിൽ പറഞ്ഞു ഫെമിനിറ്റിയെ എംബ്രേസ് ചെയ്യുന്നതിനെ പറ്റിയും നമ്മുടെ ഉള്ളിൽ സ്ട്രെങ്ത് ആണെന്നൊക്കെ പറഞ്ഞു. അത് എന്താ ഈ സംഭവങ്ങൾ ആക്ച്വലി? ഇതൊക്കെ എങ്ങനെയൊന്ന് സാധിച്ചെടുക്കത് അല്ലെ? കേൾക്കാനൊക്കെ നല്ല രസമുണ്ടല്ലേ? ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ എപ്പോഴും ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണ്. വി നീഡ് ടു ഇന്റഗ്രേറ്റ് ഇറ്റ്. നമ്മളിതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മുതൽ മാത്രമേ നമ്മൾ ചലഞ്ച് അറിയാൻ പോകുന്നുള്ളൂ. നമ്മളൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാതെ നോളജ് തലയിൽ വെച്ചിട്ട് ചില ആളുകളുണ്ട് മെഡിറ്റേഷൻ ക്ലാസ്സിൽ വരും. മെഡിറ്റേഷൻ ക്ലാസ്സിൽ വരുമ്പോൾ പിന്നെ മെഡിറ്റേഷൻ ഒക്കെ എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് മെഡിറ്റേഷൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്ത് ബ്രത്ത് ഒബ്സർവ് ചെയ്യില്ലേ? പിന്നെ അതെനിക്കറിയാം. ബ്രത്ത് മാത്രമല്ല, പിക്ചർ നോക്കിയിരിക്കാൻ എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം. ബട്ട് വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? സീറോ എക്സ്പീരിയൻസ്. അതെന്താ കാര്യം? ഇന്റഗ്രേറ്റ് ചെയ്യാൻ തയ്യാറല്ല. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സാധിക്കും? ഒരു കാര്യം ഡെഫിനറ്റ്ലി സാധിക്കും, പരാജയപ്പെടും. ബ്രത്തിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പറയാൻ വളരെ എളുപ്പമല്ലേ ബ്രത്തിൽ ഒബ്സർവ് ചെയ്യാന്നുള്ളത്. ബ്രത്തിലേക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ ഒബ്സർവേഷൻ കിട്ടില്ല, അറ്റൻഷൻ കിട്ടില്ല, തോട്ട്സ് വരും, പരാജയപ്പെടും. സോ നമ്മൾ എന്നും ജീവിതത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെ പരാജയപ്പെടാതിരിക്കാം. 101 മെത്തേഡ് ടു എന്താ പറയാ നെവർ ഫേസ് ഫെയിലുവർ. ഞാൻ ചില ബുക്സ് കണ്ടിട്ടുള്ള കേട്ടോ. ഈ ബുക്ക് ഷോപ്പിലൂടെയൊക്കെ പോകുമ്പോൾ ചില ബുക്സ് ഉണ്ട്. 101 മെത്തേഡ് നോട്ട് ടു ഫേസ് ഫെയിലുവർ. ഫെയിലുവർ എങ്ങനെ ഫേസ് ചെയ്യാതിരിക്കാം? ആക്ച്വലി ഓരോ ഫെയിലുവറും നമ്മളിലെ പല തരത്തിലുള്ള എബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥയാണ് ഓരോ ഫെയിലുവറും. ഞാൻ വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ടെന്ന്. ഫയർ ഫ്രം വിത്തിൻ എന്ന് പറഞ്ഞ ബുക്കിൽ ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ നിൽക്കുന്ന ഒരു സ്പേസില് ഒരു തടിമാടനായ ഒരു വ്യക്തിയുണ്ട്. ഈ വ്യക്തി പറയുന്നുണ്ട്, ആ വ്യക്തിയാണ് ആ ജോലി കൊടുക്കുന്നത്. ജോലി ചെയ്താൽ മാത്രം പോരാ, ഈ വ്യക്തിക്ക് ഫുൾ എന്താ പറയാ ശമ്പളത്തിന്റെ 70% കൊടുക്കുകയും വേണം. ലൈഫ് ലോങ് അവിടെയാണെന്ന് ഈ വ്യക്തിക്ക് മനസ്സിലാവും. കാരണം മരിച്ചു കഴിഞ്ഞാലേ ആ സ്ഥലത്തുനിന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ. സ്ലേവറി, ആ ജന്മം. സോ ഈ വ്യക്തി എന്ത് ചെയ്യും? ഒരു ദിവസം ഇരുന്ന് രക്ഷപ്പെട്ട് ചാടി ഓടി രക്ഷപ്പെടുമ്പോൾ ഇയാളുടെ വെടി കൊള്ളും. ഈ വ്യക്തി എങ്ങനെയോ ആരോ രക്ഷിക്കും. ഈ രക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു മാസ്റ്ററാണ്. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാസ്റ്റർ രക്ഷിച്ചിട്ട് ഈ മാസ്റ്റർ പറയുന്നുണ്ട്, എല്ലാവിധ ശുശ്രൂഷയും കൊടുത്ത് ടീച്ചിങ്സും കൊടുത്തിട്ട് ഈ മാസ്റ്റർ പറയുന്നത്, ഗോ ബാക്ക്. നീ എവിടെ നിന്നാണോ വന്നത് നീ അവിടെ തന്നെ തിരിച്ചു പോ. എന്നിട്ട് അയാളെ ഫേസ് ചെയ്യും. പിന്നെ അത് നല്ല രസമാണ് അത് വായിക്കാൻ. ആ വ്യക്തിയെ ഈ വ്യക്തി ഫേസ് ചെയ്ത് ആ വ്യക്തിയെ ഈ വ്യക്തി പേടിപ്പിക്കും. That day he realized his inner power. അതുവരെ ഈ വ്യക്തി ഇന്നർ പവർ തിരിച്ചറിയുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഇന്നർ പവർ ഉണ്ട്. സോ നമ്മുടെ ഇന്നർ പവർ എങ്ങനെയായിരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? വൺ തിങ്. സെക്കൻഡ് തിങ്, നമ്മൾ മലയാളികളെ സംബന്ധിച്ച്, കേരളത്തിനെ സംബന്ധിച്ച് മാത്രം ഞാൻ യൂണിവേഴ്സൽ ലോയിൽ ഒരു ലോ തിരുത്തി എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോ ഉണ്ട്, ദി ലോ ഓഫ് ഗിവിംഗ്. ഇത് കേരളത്തിലേക്ക് വരുമ്പോൾ ഇതൊന്ന് തിരിച്ചെഴുതിയാൽ നന്നായിരുന്നു. ലോ ഓഫ് റിസീവിംഗ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് എന്താ പറയാ നോർത്ത് ഇന്ത്യയിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു രാമായണം കാണുമ്പോഴാണ് ഞാൻ ആദ്യം ഇത് ശ്രദ്ധിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ കുടുംബത്തിലൊന്നും ഇത് കണ്ടിട്ടില്ല. രാമായണത്തിലാണ് ഞാൻ കാണുന്നത്. അച്ഛന്റെ അമ്മയുടെയൊക്കെ കാല് തൊട്ട് തൊഴുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ഇത് രാമായണ കാലത്തുണ്ട്. മലയാളികളുടെ ഒരു വീട്ടിൽ ഇത് കാണാൻ പറ്റില്ല പൊതുവെ. വലിയ പാടാണത്. പക്ഷെ അന്ന് മുതൽ എനിക്കിത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി. ഞാനത് ചെയ്യാൻ തുടങ്ങി പതുക്കെ. തുടക്കത്തിലൊന്നും ചെയ്യില്ല. തുടക്കം ചെയ്താൽ അച്ഛനും അമ്മ ആദ്യം ഡിസ്റ്റർബ് ആവും. നീ എന്തായി ചെയ്യുന്ന? കാല് പിടിക്കുന്ന ആരും ആരുടെയും കാല് പിടിക്കുക. അപ്പൊ ഞങ്ങളുടെ ചില അമ്മാമാർക്കുണ്ട്, അത് പറയും നമ്മൾ ആരുടെയും കാല് പിടിക്കരുത്. ആഹാ, അതിന്റെ വിപ്ലവമാണ്. ഇൻകുലാബ് സിന്ദാബാദാണ്. ആരുടെയും കാല് പിടിക്കരുത്, സ്വന്തം അച്ഛന്റെ പോലും കാല് പിടിക്കരുത്. പക്ഷെ എനിക്കപ്പം പേടിയുണ്ടായിരിക്കാം, അമ്മാമാരുടെ പേടി കൊണ്ടും ബഹുമാനം കൊണ്ടും. ഓക്കെ, എന്നാ പിന്നെ കാല് പിടിക്കണ്ട. പക്ഷേ ഫാമിലി കോൺസലേഷൻ എന്നൊരു വർക്കിൽ എൻട്രി ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനു നീ കാല് പിടിച്ചോ എന്നുള്ളത്. കാരണം നമുക്ക് റിസീവ് ചെയ്യാനേ പറ്റുള്ളൂ അച്ഛനമ്മമാരുടെ അടുത്തൊന്നും. നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്നതാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റുമെന്ന്. എനിക്ക് തോന്നുന്നില്ല. സ്നേഹം പോലും കൊടുക്കാൻ പറ്റില്ല. When we receive it,
ആ റിസീവിങ് ആണ് റിയൽ ഗിവിങ് എന്ന് പറയുന്ന അവിടുത്തെ. പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ ആരെങ്കിലും അങ്ങനെയാണോ? ഞാനത് അറിയുന്നവർ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ എങ്ങനെ ഗിവ് ചെയ്യാം എന്ന് പറയുമ്പോൾ അവർ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഗിവ് ചെയ്യും. ബട്ട് അവിടെ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. ഡോക്ടർ ലക്ഷ്മി എന്നോട് നമ്മുടെ ഗ്രൂപ്പിനെ വിളിച്ചിട്ട് ഒരു പ്രോസസ്സിൽ ഒരു ഇതുണ്ട്. അതായത് അമ്മ അച്ഛനെ നിർത്തിയിട്ട് അവരുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ നാളെ എപ്പോഴെങ്കിലും അത് മനസ്സുകൊണ്ട് പറഞ്ഞു നോക്കുക. ഭയങ്കര രസമാണത്. യു ആർ ബിഗ് ആൻഡ് സ്മാൾ. അത് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മുട്ട് വരെ ഉള്ളു നമ്മള്. ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോ യു ആർ ബിഗ്, ഐ എം സ്മോൾ. അരഗൻസിന് വല്ല സ്കോപ്പ് ഉണ്ടോ അവിടെ? പിന്നെ എന്താ എവിടെയാണ് ടു? പക്ഷെ എന്താ നമ്മൾ പറയുന്നത് എന്താ? ഞാൻ കുറെ പോയിട്ടുണ്ട്, എനിക്ക് വലിയ ജോലിയുണ്ട്, എനിക്ക് ലക്ഷക്കണക്കിന് സമ്പാദ്യമുണ്ട്, സോ ഐ എം ബിഗ്, യു ആർ സ്മോൾ. ഞങ്ങള് ഉടനെ നോക്കാം. അച്ഛനും അമ്മയ്ക്ക് വേണ്ടി ഇൻഷുറൻസ് എടുത്തിരിക്കുന്നു അല്ലേ? നിങ്ങൾ മെഡിക്കലൊക്കെ ഇപ്പോൾ ഞങ്ങളാ നോക്കുന്നത്. അതിനെന്താ പറയുക? അരഗൻസ് എന്ന് പറയേണ്ടി അല്ലേ? ചില മക്കള് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അവസാന കാലത്ത് ഞാൻ നന്നായിട്ട് ഞാൻ നോക്കി. ഇത്ര പറയാൻ എന്താ ഉള്ളത്? ഇത് ഏറ്റവും രസകരമായിട്ട് കോൺട്രഡിക്ടറി ആയിട്ട് കേട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ പറയാ? ഞാൻ എന്താ അറിയില്ല, അമ്മ എന്നോട് ചെയ്ത എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ അമ്മയോട് അങ്ങ് ഫോർഗീവ് ചെയ്തു. അയ്യോ എന്താ കഥ അല്ലെ? അമ്മയോടങ്ങ് ഫോർഗീവ് ചെയ്തു. എന്നുവെച്ചാൽ നമ്മൾ ആരായി? നമ്മൾ അമ്മയുടെ അമ്മയായി. അമ്മയോടൊക്കെ ഫോർഗീവ് ചെയ്തു, അച്ഛനോടൊക്കെ ഫോർഗീവ് ചെയ്തു. ഓക്കെ, ഫോർഗീവ് ചെയ്തു. മനസ്സിലാക്കുക, അച്ഛനോടും അമ്മയോടും നമുക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റില്ല. ഫോർഗീവ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി നമ്മുടെ അരഗൻസ് കളയാനൊക്കെയുള്ളൂ. അവര് നമ്മളോട് ചെയ്ത ഏതെങ്കിലും കാര്യത്തിൽ നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് നമ്മളുടെ അരഗൻസ് കൊണ്ടുള്ള അസ്വസ്ഥതയാണത്. അവർക്ക് എന്താണോ കിട്ടിയത് അവർ ബെസ്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. ഏത് പാരന്റ്സ് ഇവിടെ ബെസ്റ്റ് പാരന്റ് വേഴ്സ്റ്റ് പാരന്റ് എന്നുള്ള എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഈ ലോകത്ത്. അവർക്ക് എന്ത് കിട്ടി നമ്മളെപ്പോഴും അന്വേഷിച്ചിട്ടുണ്ടോ? അവരുടെ കയ്യിൽ എന്തുണ്ടോ അത് അവർക്ക് തന്നിട്ടുണ്ടോ? സോ ദാറ്റ്സ് വൈ ഡോക്ടർ ന്യൂട്ടൺ ക്രിയേറ്റഡ് എ പ്രോഗ്രാം കോൾഡ് സ്പിരിച്വൽ പാരന്റിങ്. നമ്മൾ സ്പിരിച്വലി പാരന്റ് ചെയ്യപ്പെട്ടാൽ നമ്മൾ പഠിക്കേണ്ടി വരുന്ന അവസ്ഥ അതാണ്. കാരണം ആർക്കും അറിയില്ല. എങ്ങനെ അറിയാം പാരന്റിങ്? എന്റെ സ്കൂളിലെ ടീച്ചർ അറിയാവുന്നത് തല്ലാനാണ്. ഞങ്ങൾ കുട്ടികളെ തല്ലും. എന്തിനായിരിക്കും ടീച്ചർ തല്ലിയത്? ഞാൻ ഒരിക്കലും ടീച്ചറോട് ചോദിച്ചിട്ടുണ്ട്. ഈ പ്രോസസ് കഴിഞ്ഞ സമയത്ത് ഒരു സമയത്ത് എനിക്ക് ടീച്ചേഴ്സിനെ കാണാൻ തോന്നി. മെഡിറ്റേഷനിലേക്ക് വന്നപ്പോൾ ഡോക്ടർ ന്യൂട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഞാൻ ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചർ ഞങ്ങൾ എന്തിനായിരുന്നു തല്ലിയത്? കാരണം അറിയാൻ വേണ്ടിയാണ്. അപ്പൊ ടീച്ചർ വളരെ വിഷമത്തോട് പറഞ്ഞത്, ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെ തല്ലി. അപ്പം തല്ലിയത് കൊണ്ടാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പൊ ഞങ്ങളുടെ അറിവ് എന്താണ്? തല്ലിയതാണ് കുട്ടികൾ പഠിക്കുക. അപ്പൊ ആ സമയം എന്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം അവരുടെ ഉള്ളിൽ സ്നേഹമല്ലേ. അപ്പൊ അവരെന്നെ അബ്യൂസ് ചെയ്തു എന്ന് ഞാൻ അതുവരെ വിശ്വസിച്ചിരുന്നത് തെറ്റായിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. സോ ഇത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? വി നീഡ് ടു ആസ്ക് റാദർ ദാൻ അസ്യൂമിങ്. പലപ്പോഴും നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക ലൈഫിൽ. നമ്മൾ നമ്മുടെ പാരന്റ്സ് അസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാം. ഇത് ഇച്ചിരി കടുപ്പമാണെങ്കിൽ പോലും റീസെന്റ് ആയിട്ട് നടന്നൊരു അനുഭവമാണ് എന്റെ ലൈഫില്. എനിക്ക് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായ ഒരു നിമിഷമാണ്. എന്റെ മനസ്സിൽ എന്നും ഞാൻ ഇന്നർ ചൈൽഡ് വർക്ക്ഷോപ്പ് ചെയ്ത കാലഘട്ടം മുതല് എന്റെ ലൈഫിൽ ഞാൻ എന്താ പറയാ, ഒരു മെഡിറ്റേഷൻ സമയത്ത് പറയുന്നത് ഒരു ബ്രസ്റ്റിന്റെ മുമ്പിൽ വന്ന് നിൽക്കും എന്റെ മനസ്സ്. ഇമ്മീഡിയറ്റ്ലി ഞാൻ കരയുമ്പോൾ എനിക്ക് വരുന്ന മനസ്സിലെ ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മ എനിക്ക് പാല് തന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കരയും. പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മ എനിക്ക് എന്താ പറയാ പാലുകൂടി നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പ് അമ്മ പാവയ്ക്ക തേച്ച് എന്നെ കൊണ്ട് നിർത്തിച്ചു. എന്റെ കംപ്ലൈൻസ് ആണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇങ്ങനെ കുറെ കംപ്ലൈന്റ്. ബട്ട് ലേറ്റർ ഐ റിയലൈസ് അതിന്റെ പാസ്റ്റ് ലൈഫ്, അതിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇപ്രാവശ്യം റീസെന്റ്, ഇതുവരെ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടില്ല, ഞാൻ അമ്മയോട് പോയി ചോദിച്ചു, അമ്മ എന്റെ പാലുകൂടി എങ്ങനെയാ നിന്നത്? അപ്പൊ അമ്മ ഇങ്ങനെ പാവയ്ക്ക തേച്ച് എനിക്ക് ഓർമ്മയുണ്ട്, അതിനുശേഷം ഞാൻ കുടിച്ചിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അമ്മ പറഞ്ഞത്, എടാ നീ പാവയ്ക്ക തേച്ചിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് പലവട്ടം കഴുകിച്ചതിന് ശേഷം നീ കുടിച്ചു. അപ്പൊ ഞാൻ അതാണ് സത്യം. എനിക്കാ സത്യം അറിയില്ല. എനിക്കറിയുന്ന മെമ്മറിയില് അമ്മ പാല് തന്നിട്ടില്ലെന്നാണ്. അപ്പൊ തെറ്റായ മെമ്മറിയില് ഐ ഡോണ്ട് നോ ദി ഫാക്ട്.
എന്റെ അസംഷൻസിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ പക്ഷെ എനിക്ക് മനസ്സിലായി അസംഷൻ എനിക്ക് എവിടെ നിന്നുണ്ടായി, അതിന് അതിൻ്റെതായ ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ ഒരു പൂർവ്വജന്മത്തിലെ സംസ്കാരമാണ് ഞാൻ അവിടെ കാണിച്ചത്. അപ്പൊ സംസ്കാരത്തിൽ നിന്നാണ് നമുക്കൊരു മെമ്മറീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ അത് അവിടെയാണ് നമ്മള് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇന്നലെ റിസൾമെന്റിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ടോ എന്റെ റിസൾമെന്റ് ഒക്കെ കഴിഞ്ഞു, ഞാൻ ഇനി പുലിയായി. അതൊരു തുടക്കമായിരുന്നു കേട്ടോ, ഒരു ബിഗിനിങ് ആയിരുന്നു. കിടക്കണേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഇതൊരു ജേണിയാണ്. പക്ഷെ ഈ ജേണിയിൽ അല്ലാതെ ഈ ജേണിയിൽ എപ്പോഴെങ്കിലും ഒരു നിമിഷം ഞാനിങ്ങനെ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ഇത്രയും ദിവസം സെഷൻ എടുത്ത എല്ലാ പേരിലും ഏറ്റവും രസകരമായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നിരന്തരം അവരെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഇൻക്ലൂഡിങ് മീ. ഓരോ ദിവസവും ചിലപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം വരുമ്പോൾ നമ്മളെ ഹീൽ ചെയ്യുന്നുണ്ടോ? ഇതെങ്ങനെ നമ്മളുടെ ക്രിയേഷൻ ഉണ്ടായി? അവിടെയാണ് മാസ്റ്റർ ജേണി എന്ന് പറയുന്നത്. മാസ്റ്റർ ഈസ് ഓൾവേസ് എ സ്റ്റുഡന്റ്. മാസ്റ്റർ എന്നും സ്റ്റുഡന്റ് ആയിരിക്കും. സോ മാസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ഞാനങ്ങ് മാസ്റ്ററായി, ഇനിയിപ്പോ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ മെഡിറ്റേഷൻ പഠിച്ചു, ഞാൻ 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തു, വാവ്. എന്നിട്ട് എനിക്ക് ആസ്ട്രൽ ട്രാവൽ പറ്റാത്തത് എനർജി ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ചുകൂടി മെഡിറ്റേഷൻ ചെയ്യാതെ ആസ്ട്രൽ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ആസ്ട്രൽ ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരുപാട് എനർജി വേണം. ഇല്ലേക്കെന്ന് പറയുമ്പോൾ എനിക്കെന്താ എന്റെ തേട ഓപ്പൺ ആവാത്തത്? ചിലപ്പം നമ്മൾ പല ലൈഫിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ അറിയേണ്ടി വരും. സോ സ്പിരിച്വലി എന്ത് കിട്ടും, എന്ത് സിദ്ധികൾ കിട്ടും? ഈ സിദ്ധികളുടെ പുറകെ യാത്ര ചെയ്തിട്ടുള്ള ആരും ഇന്ന് വരെ സ്പിരിച്വൽ സയൻസിൽ തൃപ്തി അടഞ്ഞ് മരിച്ചിട്ടുണ്ടായില്ല. കാരണം അതെല്ലാം ബോണസ് ആണ്, അത് നാച്ചുറലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് ഫസ്റ്റ് വി നീഡ് ടു സ്റ്റാർട്ട് റിസീവിങ്. റിസീവ് ചെയ്യണം. ആരുടെ അടുത്ത് നിന്ന് റിസീവ് ചെയ്യും? ആരുടെ അടുത്ത് നിന്ന് നമുക്ക് റിസീവ് ചെയ്യേണ്ടത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് 4 പേര് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. നമ്മുടെ ഭാരത സംസ്കാരത്തിൽ എപ്പോഴും ഈ 4 പേര്. ഇത് രസകരമായിട്ട് എ ആർ റഹ്മാന്റെ ഒരു ഡ്രമ്മർ ഉണ്ട്, എനിക്ക് പുള്ളിയുടെ പേര് ശക്തി എന്തോ ശിവമണി. യെസ്, താങ്ക് യു. ശിവമണി എപ്പോഴും വളരെ രസകരമായി പാടി കൊട്ടാറുണ്ട്. മാതാ പിത ഗുരു ദൈവം. അതെന്തേ മാതാവാദ്യായത്? അതെന്തേ ദൈവാദ്യാവാത്തത്? നമ്മുടെ ഇതിൽ ദൈവമല്ലേ ആദ്യമാവേണ്ടത്. ദൈവം ഗുരു പിത മാത അല്ല, മാതാ പിത ഗുരു ദൈവം. സോ ഫസ്റ്റ് വി ചൂസ് മദർ. ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള മദറിനെ മാത്രമാണ്, ഫാദറിനെ നമ്മൾ ചൂസ് ചെയ്തിട്ടില്ല. സ്ക്രിപ്റ്റില് മദറിനെയാണ് ചൂസ് ചെയ്യുന്നത്. മദറാണ് ഫാദറിനെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പലരും പറയുന്നത് അമ്മ ആരെ ചൂണ്ടിയിട്ടാണോ അച്ഛൻ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ അച്ഛൻ. അമ്മ മാറ്റി പറഞ്ഞാൽ ദേവാസുര സിനിമയിൽ അവസ്ഥയായി പോകും, അച്ഛൻ മാറി പോകും. സോ ആ അമ്മയെ തന്നെ നമ്മൾ നിഷേധിച്ചാൽ പിന്നെ അച്ഛനിലേക്ക് എത്താൻ പറ്റില്ല. ചില മക്കൾ പറയും എനിക്ക് എന്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടം, അമ്മ ഇഷ്ടമല്ല. എങ്കിലും അമ്മ അച്ഛനെ ഇഷ്ടമാവില്ല, അതാ സത്യം. ഒന്നിനെ ഡിനേ ചെയ്തിട്ട് ഒന്നിനെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. രണ്ടും കൂടി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവൂ. ഇനി രണ്ടും കൂടി ഇഷ്ടപ്പെടാത്ത ഒരാൾക്കും ഇൻട്രസ്റ്റിംഗ്ലി ഗുരുക്കന്മാരെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഇത് പലപ്പോഴും ഡോക്ടർ ന്യൂട്ടൺ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അച്ഛനുമായിട്ട് പ്രശ്നമുള്ള ആളുകൾക്ക് എപ്പോഴും മാസ്റ്റേഴ്സായിട്ട് പ്രശ്നം ഉണ്ടാവും. മാസ്റ്റേഴ്സായിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. സോ ഫസ്റ്റ് തിങ് അച്ഛനുമായിട്ടുള്ള പ്രശ്നം തീർക്കുക എന്നുള്ളതാണ്. ഇനി അച്ഛനും അമ്മയും മാസ്റ്റേഴ്സുമായിട്ടൊരു പ്രശ്നമുള്ള ഒരാൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ അടുത്ത് എത്താൻ പറ്റില്ല. പിന്നെ അതൊരു കപട ഭക്തയാണ്. അവരൊരിക്കലും ദൈവത്തിനെ റിയലൈസ് ചെയ്യാൻ പോകുന്നില്ല. സോ വെരി ഫസ്റ്റ് തിങ് വി നീഡ് ടു ഹീൽ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അവർ പാരന്റ്സ്. അച്ഛൻ അമ്മ എന്നല്ല, അമ്മ അച്ഛൻ. കാരണം മക്കൾക്ക് തിരിച്ചു പറയാനാ അച്ഛൻ അമ്മ. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ പറഞ്ഞു പഠിക്കേണ്ടത് അമ്മ അച്ഛൻ. ഫസ്റ്റ് മദർ. മദറിനെ അറിയാൻ ശ്രമിക്കുക, ദെൻ ഫാദർ. ബട്ട് അവിടെയാണ് നമ്മൾ മദറിലൂടെ ഇങ്ങനെ ഫാദർ. ഇവിടെയാണ് ഞങ്ങൾ സ്പിരിച്വൽ പ്രഗ്നൻസി ബേസിസ് ക്ലാസ് എടുക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഹീറോ ആവുന്നതും വില്ലൻ ആവുന്നതും അമ്മയിലൂടെയാണ്. ബൂംബ് സ്റ്റേറ്റ് കഴിഞ്ഞ ഇന്നലെ ചെയ്തില്ലേ, ബൂംബ് തീരുമാനിക്കും
പുരുഷ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ അറിയുന്നത് പ്രകൃതിയിലൂടെയാണ്. പ്രകൃതി പറയാണ് പുരുഷൻ പോരാ, അല്ലെങ്കിൽ പ്രകൃതിക്ക് പുരുഷനെ എന്നുള്ള എക്സ്പീരിയൻസ് മോശമാണെങ്കിൽ ഇത് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന വോമ്പിൽ കിടക്കുന്ന ആ എസൻസിനെ ബാധിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ കുറിച്ചുള്ള ബോധം എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വോമ്പിൽ നിന്നും അമ്മയിൽ നിന്നുമാണ് കിട്ടിയിരിക്കുന്നത്. That's why we need to heal our womb. That's why every mother need to tell to their child. എങ്ങനെ ചെയ്യും? ഇപ്പൊ നമ്മളൊക്കെ പലരും അമ്മമാരാണ് ഇതിനകത്തിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ചെയ്യും? നിങ്ങളുടെ വോമ്പിൽ ഫോക്കസ് ചെയ്ത് വോമ്പിൽ നിന്നും നിങ്ങളുടെ അച്ഛനെ പറ്റി നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ധാരണ മാറ്റിയാൽ മതി. കാരണം വെച്ചാൽ അച്ഛനെ പറ്റി മോശമായ ഒരു ധാരണ കൊടുത്ത് നല്ല ഒരു മക്കളെ സൃഷ്ടിക്കാൻ ഒരിക്കലും ധരിക്കരുത്. പല അമ്മമാർക്കും ഈ മണ്ടത്തരം പറ്റാറുണ്ട്, പല അച്ഛന്മാർക്കും ഈ മണ്ടത്തരം പറ്റാറുണ്ട്. പല അച്ഛന്മാരും പറയും കണ്ട നിന്റെ അമ്മ ഒരു വിവരദോഷിയാണ്. അമ്മ വിവരദോഷിയായി കഴിഞ്ഞാൽ ആ മകൻ ഒരിക്കലും അല്ലെങ്കിൽ മകൾ ഒരിക്കലും ലൈഫിൽ അബണ്ടൻസ് കാണാൻ പോകുന്നില്ല. ബിക്കോസ് മദർ ഈസ് അബണ്ടൻസ് ആൻഡ് ഫാദർ ഈസ് സ്പിരിച്വാലിറ്റി. ഒരിക്കലും അമ്മ മോശമാണെന്ന് വിശ്വസിക്കുന്ന ഒരു മക്കൾക്കും ജീവിതത്തിൽ തൃപ്തി എന്ന സാധനം കിട്ടാൻ പോകുന്നില്ല, അബണ്ടൻസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കേരളത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല. അവർക്ക് കേരളത്തെ പറ്റി പറയുമ്പോഴും പുച്ഛമേ തോന്നുള്ളൂ, പ്രപഞ്ച പുച്ഛം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിനെ സെൻസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം ഈ റിസെന്റ്മെന്റ് സെഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഈ ഗ്രൂപ്പിനകത്തു നിന്ന് തന്നെ ഞാനൊരു വൈബ്രേഷൻ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. ഭയങ്കര പുച്ഛം. ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയില്ല, എവിടെ നിന്നാണെന്നും പറയില്ല. പക്ഷെ ആ വ്യക്തി സ്വയം റിയലൈസ് ചെയ്താൽ, മാറിയാൽ, നമ്മൾ നിൽക്കുന്ന ഒരു വലിയ വൈബ്രേഷൻ ചേഞ്ച് ചെയ്യാനാണെന്ന് മനസ്സിലാക്കുക. ഭയങ്കര പുച്ഛമായിരുന്നു അത്. ആ പുച്ഛത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇങ്ങനെ കട്ട എടുത്തോണ്ടിരിക്കുമ്പോ ഈ പുച്ഛമുള്ള ആളെന്ത് ചെയ്യുന്നത്? ഈ കട്ട എടുത്ത് പറക്കി താഴെ ഇട്ടുകൊണ്ടിരിക്കുകയില്ല. സോ നമ്മൾ ഒരുപാട് പേരുടെ എഫേർട്ടിനെയാണ് ഡിനേ ചെയ്യുന്നത്. ദയവ് ചെയ്ത് അത് ചെയ്യരുത്, എന്റെ റിക്വസ്റ്റ് ആണ്. നമ്മുടെ പുച്ഛവും നമ്മുടെ അരഗൻസും നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സോ നമുക്കൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പറ്റുന്നില്ല എന്നത് അക്സെപ്റ്റ് ചെയ്യുക, മറിച്ച് അത് ശരിയല്ല എന്ന് തീരുമാനം എടുക്കരുത്. അത് സത്യമല്ലത്. നമുക്കൊരു കാര്യം പറ്റുന്നില്ല, ഓക്കെ, പറ്റുന്നില്ല എങ്കിൽ ഞാൻ എപ്പോഴും പറയും ദയവ് ചെയ്ത് ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോവുക. കാരണം നിർബന്ധിച്ച് ഇവിടെ ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. കാരണം എല്ലാം എല്ലാവർക്കും പറ്റില്ല. ഇറ്റ്സ് നാച്ചുറൽ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. മെഡിറ്റേറ്റ് ചെയ്ത് കേരളം മാറ്റുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. സ്വന്തം ജീവിതം മാറ്റാൻ പറ്റാത്ത ഒരാൾക്ക് എങ്ങനെ കേരളം മാറ്റും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്? സോ അത് മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ ദയവ് ചെയ്ത് നമുക്കൊരു കാര്യം പറ്റുന്നില്ല എങ്കിൽ അത് എനിക്ക് പറ്റുന്നില്ല. ദാറ്റ്സ് കോൾഡ് സെൽഫ് റെസ്പോൺസിബിലിറ്റി. നമ്മളൊരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് നമുക്ക് ആ പ്രോസസ് എഫക്റ്റീവ് ആയില്ല എങ്കിൽ നമ്മൾ എപ്പോഴും പറയേണ്ടത് ഈ പ്രോസസ്സ് എനിക്ക് എഫക്റ്റീവ് ആയില്ല. പ്രോസസ്സ് ബാഡ് ആണെന്ന് ഒരിക്കലും പറയരുത്. കാരണം ഒരു പ്രോസസ്സും ബാഡ് അല്ല. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ നടക്കുന്ന ഒരുപാട് പ്രോസസ്സുകൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ഒരു പ്രോസസ്സ് പോലും, മൈന്യൂട്ട് പ്രോസസ്സ് പോലും ബാഡായ ഒരു പ്രോസസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി എന്തൊക്കെ കുതന്ത്രങ്ങളാണെങ്കിലും അതിന് എന്തോ ഒരു എഫക്റ്റ് ഉണ്ട്. പ്രോപ്പറായ ദിവ്യ ചക്ഷു ഉപയോഗിച്ച് അത് വർക്ക് ചെയ്താൽ മാറ്റാൻ പറ്റും. സോ അതുകൊണ്ട് എപ്പോഴും പറയാറുണ്ട് there are no bad masters, there are only bad students. എന്ന് വെച്ചാൽ നല്ല സ്റ്റുഡന്റിന് എത്ര മോശമായ മാസ്റ്ററിന് അടുത്തു നിന്ന് വേണമെങ്കിലും നല്ലത് പഠിക്കാൻ പറ്റും. പക്ഷെ ഒരു ചീത്ത സ്റ്റുഡന്റ് എത്ര നല്ല മാസ്റ്ററിന് അടുത്ത് പോയാലും ചീത്തയെ പഠിക്കുള്ളൂ. സോ നമ്മൾ ഏത് തരത്തിലുള്ള സ്റ്റുഡന്റ് ആണെന്ന് ആലോചിക്കണം. കാരണം സ്റ്റുഡന്റ് എന്ന് പറയുന്നത് എവറാണ്, ഒരിക്കലും തീരുന്നില്ല. ഈ 6 ദിവസം കൊണ്ട് മാസ്റ്റർ ആവില്ല. ഈ 6 ദിവസം കൊണ്ട് ഞാൻ കേരളത്തിന് വേണ്ടി എന്തോ ചെയ്തു, ഞാനൊരു ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരു വിചാരമോ അങ്ങനെ ഒരു അരഗൻസോ സൃഷ്ടിക്കാനല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മളിവിടെ ഇരിക്കുന്നത് നമ്മളിൽ ഉള്ള അരഗൻസും കൂടി എങ്ങനെയെങ്കിലും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ ഒന്ന് ചോപ്പ് ചെയ്ത് മാറ്റി നമ്മൾ ആ ഡിവൈൻ എസൻസിലേക്ക് കണക്ട് ചെയ്ത് ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരുപാട് പേരോടൊപ്പം നിൽക്കാൻ കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി, അതിന്റെ മഹത്വം തിരിച്ചറിയുക എന്നുള്ള റോളില്. കാരണം നാളെ മുതൽ പലപ്പോഴും നിങ്ങളിൽ ഓരോരുത്തർക്കും പലതരത്തിലുള്ള ഗൈഡൻസ് വരാം. ബിക്കോസ് ഗൈഡൻസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻറ്റ്യൂഷൻസിലൂടെ ഗൈഡൻസ് വരും. സോ അത് ഫോളോ ചെയ്യാൻ തുടങ്ങുക.
ഇതിപ്പോ ഒരു ഗൈഡൻസ് ഫോളോ ചെയ്ത് വന്നിരിക്കുന്ന ഒരു മീറ്റിംഗ് മാത്രമാണ് നമ്മൾ ഇരിക്കുന്നത്. ഇനി എത്രയോ ഗൈഡൻസ് ഓരോരുത്തരിലൂടെ വരാനുണ്ട്. നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. നമ്മൾ ഓരോരുത്തരും പവർഫുൾ ബീയിങ് ആണ്. പവർഫുൾ ബീയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോ ക്രിയേഷനിലാണ് നമ്മുടെ പവർ കിടക്കുന്നത്. കാരണം നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈൻ ആണ്. സോ വെരി ഇമ്പോർട്ടന്റ് തിങ് ഈസ് സ്റ്റാർട്ട് റിസീവിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് ഉണ്ട്. ദൈവം ഇനി നാളെ ഒരു കംപ്ലൈന്റിന്റെ പുറത്ത് ഒരു പട്ടുതുണിയിട്ട് കളയരുത്. നിങ്ങൾക്ക് അയ്യോ മൈ ഡിയർ ഫാദർ, മൈ ഡിയർ മദർ, നാളെ ഒരു പാട്ടായി ഹായ് ഹായ് ഹായ്. നാളെ ഇമ്മീഡിയറ്റ്ലി ഫേസ്ബുക്കിൽ എന്റെ അമ്മയാണ് എന്റെ അമ്മ, അമ്മയെ സ്നേഹിച്ച് ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവിയത് അങ്ങനെ ഒന്നും ചെയ്തു കളയരുത് പ്ലീസ്. ഔട്ട്സൈഡ് കാണിക്കാനുള്ളതല്ല സ്പിരിച്വാലിറ്റി, ഇൻസൈഡ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. സോ ഇൻസൈഡ് ആ അമ്മയെ കാണാൻ അറിയാനും ശ്രമിക്കുക. അപ്പൊ നമുക്ക് പരാതികൾ ഉണ്ടാവും, പരിഭവങ്ങൾ ഉണ്ടാവും. ഇനി അമ്മ നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ ഉണ്ടെങ്കിൽ ദേവി ചെയ്ത് പോയി ചോദിച്ചു നോക്കുക ചില കാര്യങ്ങളൊക്കെ. അമ്മ ഇതിന്റെ ഇങ്ങനെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അതെങ്ങനെയാണ്? ഇനി അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്ത് മാറ്റുകയും ചെയ്യാം. കാരണം എല്ലാ അമ്മമാർക്കും എല്ലാം ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പൊ എന്റെ അമ്മ ഉൾക്കൊണ്ടത് പോലെ എല്ലാവർക്കും ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. ഉൾക്കൊള്ളാൻ സാധിച്ചാൽ വെരി ഗുഡ്, സാധിച്ചില്ലെങ്കിൽ ദൈവം അവരെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം ചില അമ്മമാർക്ക് മക്കളുടെ സങ്കടം കാണാൻ പറ്റുന്നില്ല, അതും അവരുടെ സ്നേഹം കൊണ്ടാണ് കേട്ടോ. സോ അതിനെ അറിയാൻ ശ്രമിക്കുക. അതിനോടൊപ്പം നമ്മളെ അറിയാം കേട്ടോ. അവരെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഡിനയിൽ നടത്തില്ല. സെൽഫ് ഡിനയിൽ ഒരു വഴിയല്ല. സോ മാതാ പിതാ ഗുരു, വാട്ട് ഈസ് യുവർ ഗുരു? ഹു ഈസ് യുവർ ഗുരു? ഒരുപാട് ഗുരുക്കന്മാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. തുടക്കം മുതൽ നമുക്ക് ഷിഫ്റ്റ് കാണിച്ച ഒരുപാട് വ്യക്തികൾ, അത് കാണുക. അതിനെ ഓരോ വ്യക്തികളെയും നമ്മളുടെ മനസ്സിൽ ഓണർ ചെയ്യാൻ തുടങ്ങുക. ഓരോ വ്യക്തികളും ചെറുതായിരിക്കാം, ചെറിയൊരു അറിവായിരിക്കാം, ബട്ട് ഓണർ ഇറ്റ്, റെസ്പെക്ട് ഇറ്റ്. അവരെ ഡിനൈ ചെയ്യാനല്ല, ഫീൽ ദി ഗ്രാറ്റിറ്റ്യൂഡ്. അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ നിന്നും തോന്നുക എന്നുള്ളതാണ്. അല്ലാതെ അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. ആർക്കും ഒരു മാസ്റ്റേഴ്സിനെയും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. മാസ്റ്റേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പോയി മനുഷ്യർ ഒരുപാട് അബദ്ധങ്ങളിൽ പോയി ചാടാറുണ്ട് ജീവിതത്തിൽ. സോ ദൈവം അവരെ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അവരെങ്ങനെയെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യുക. അവർ ഒരു രീതിയിലും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്ത പോലെ അവരെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. യു ബി എ റിസീവർ. ഇപ്പൊ ഞാനൊക്കെ എന്തൊക്കെ ലൈഫ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ചെയ്താലും എനിക്ക് കിട്ടിയതിന്റെ 1% പോലും എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ whatever we are doing, it's a gratitude, not an arrogance. ആ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഏതോ മാസ്റ്റേഴ്സിനോടാണെങ്കിലും. സോ നമുക്ക് നമ്മുടെ അച്ഛനോടും അമ്മയോടും എന്തെങ്കിലും തിരിച്ചു കൊടുക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്, അതും ഗ്രാറ്റിറ്റ്യൂഡാണത്. നാളെ അവർക്ക് ഒരു അസുഖം വന്നാൽ അവരെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകുന്നത് ഔട്ട് ഓഫ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ്. ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സെർവ്. സെർവിങ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. സോ ഗിവിംഗ് ആൻഡ് റിസീവിംഗ് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മസ്കുലിനിറ്റി എന്ന് പറയുന്നത് ഫെമിനിറ്റിയെ സെർവ് ചെയ്യാനുള്ളതാണ്. അത് ഓരോ മസ്കുലിനിറ്റിയും തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. മസ്കുലിനിറ്റി നീഡ് ടു സെർവ് ദ ഫെമിനിറ്റി. ഫെമിനിറ്റി നീഡ് ടു റിസീവ് വിത്ത് ഓണർ, വിത്ത് റെസ്പെക്ട് whatever the masculinity is giving. അപ്പൊ അവര് തരുന്ന ചവിട്ട് സ്വീകരിക്കണോ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചേട്ടാ. ചവിട്ടും തൊഴിയാണ് സ്വീകരിക്കരുത്. ചവിട്ടും തൊഴിക്കുന്നത് മസ്കുലിനിറ്റി അല്ല, അത് അരഗൻസ് ആണ്. അത് റിയൽ മസ്കുലിനിറ്റി അല്ല, അത് അൺവർത്തി മസ്കുലിനിറ്റി ആണ്. ചവിട്ടും തൊഴിയും ഭാര്യമാരെ ഓക്കെ ഞാൻ ഡോമിനേറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്ന ഭർത്താക്കന്മാർക്ക് വെർത്തിനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ആ ഭർത്താവിനോട് നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം, ഭഗവാനെ അവർക്ക് കുറച്ച് വെർത്തിനെസ് കൊടുക്കണേ. ഇനി ഭാര്യമാരെ വിചാരിക്കുകയാണ് ഞാനാണ് ഈ കുടുംബം ഒന്ന് നയിച്ചു കളയും, അത് വെർത്തിനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. വലിയൊരു ഗിവർ ആവുന്നത് വെർത്തിനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. സോ വെർത്തി ആവാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ പ്രൊട്ടക്ഷൻ വലയത്തിനകത്തിരിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ലതു വളരെ രസകരമായി ഷെയർ ചെയ്തതാണ്, ഒരു മലയുടെ ഉള്ളിലാണ് ശക്തി ഇരിക്കുന്നത്, സ്ട്രെങ്ത് ഇരിക്കുന്നത്. അപ്പൊ മല ഇങ്ങനെ അല്ലെ, സോ ആ കൈകൾക്കുള്ളിൽ ഇരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. ഉള്ളിൽ, ആ മസ്കുലിനിറ്റിയുടെ ഉള്ളിൽ. മസ്കുലിനിറ്റി എനർജിയാണ് നമ്മളുടെ ചുറ്റിനും ഉള്ളത്. നമ്മളിൽ ഫെമിനിറ്റി അതിന് ഉള്ളിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. സോ അത് റിസീവ് ചെയ്യാൻ തുടങ്ങുക. സോ വളരെ രസകരമായി ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചതാണ് കാർത്തിക് എഴുതിയിരുന്ന മെസ്സേജ് അച്ഛനുമായിട്ടുള്ള ഒരു ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. സോ നിങ്ങളുടെ ഓരോ എക്സ്പീരിയൻസും അത് ഷെയർ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ വരാൻ പോകുന്നതാണ് മെഡിറ്റേഷനിലേക്ക്. ഇപ്പൊ കാർത്തികയുടെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയാണ്,
സപ്പോസ് ആരെങ്കിലും ഒരാൾ ഈ ഗ്രൂപ്പിൽ ഈ എക്സ്പീരിയൻസിനെ അബ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് വരും? കാർത്തികയ്ക്ക് തന്നെ, കാർത്തിക ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ കാർത്തിക എന്താ പറയുക വെളിച്ചത്ത് വരികയെന്നാണ് ഞാൻ പറയുന്നത്. കാർത്തിക എഴുതിയ എക്സ്പീരിയൻസിനെ ഒരാൾ അബ്യൂസ് ചെയ്താൽ കാർത്തികയ്ക്ക് ആദ്യം എന്ത് വരും? മ്യൂട്ട് മാറ്റാം. അബ്യൂസ് തന്നെ എന്താ ഉദ്ദേശിക്കണേ? കഴിഞ്ഞാൽ ഇപ്പൊ കാർത്തിക എഴുതിയ മെസ്സേജ്, ആ മെസ്സേജ് വായിച്ചിട്ട് ഒരാൾ ഇതിനെ പുച്ഛിച്ചുകൊണ്ടൊരു മെസ്സേജ് ഇടണം, കാര്യമൊന്നുമില്ല അച്ഛനാന്ന് പറഞ്ഞത്, അതായത് ഇങ്ങനെ ഒരു മെസ്സേജ് ഇടണം. കാർത്തികയ്ക്ക് എന്ത് ശരിക്കും തോന്നും? ഞാൻ ആദ്യം ആലോചിച്ചു, എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്റ്റോറി പറയുമ്പോൾ ശരിക്കും ലാസ്റ്റ് ആരോ കമന്റ് ചെയ്തിരുന്നു, അത് നമ്മുടെ വൾണറബിലിറ്റി നമ്മളവിടെ കാണിക്കുകയാണ്. കാരണം അതിനെ എങ്ങനെ വേണമെങ്കിലും റിസീവ് ചെയ്യാലോ. അല്ല കാർത്തിക, അതിനെ കാർത്തികയെ ഉദ്ദേശിച്ച സെൻസിനെ മനസ്സിലാക്കാതെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ ഒരാൾ ഒരു മറുപടി ഇട്ടാൽ ആ വ്യക്തിയോട് തോന്നുന്ന ഫസ്റ്റ് വികാരം എന്താണ്, ഇമോഷൻ എന്താണ്? ഇത് മാത്രമേ എന്റെ ചോദ്യമുള്ളൂ. ഒറ്റ ക്വസ്റ്റ്യൻ ആണ്, ഇമോഷൻ എന്താണ്? ഇട്ടതിനെ പറ്റി ഒന്നും അല്ല കേട്ടോ. വാട്ട് ഈസ് ഇമോഷൻ വിച്ച് കം ഫസ്റ്റ്? എനിക്ക് ഫസ്റ്റ് എന്റെ വർക്കിനെ ആയിരിക്കും ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുക. ബിക്കോസ് അങ്ങനെയാണ്, ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ് എന്നറിയാമെങ്കിലും ഒരു കുറ്റപ്പെടുത്തൽ വരുമ്പോ എപ്പോഴും ഞാൻ എന്റെ വർത്തിനെസ് ആണ് ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, ശരി. ആ വെർത്തിനെസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആദ്യം ഒരു ഊർജ്ജം വരുമല്ലോ. ആ ഊർജ്ജം എന്താണത്? പുറത്തുനിന്ന് വരുന്ന ഒരു പുറത്തുനിന്ന് അത് വരുമ്പോ നമ്മുടെ ഉള്ളിൽ ഒരു ഊർജ്ജം വരുമല്ലോ. നമ്മുടെ ഉള്ളിൽ ആദ്യം ഒരു ഇത് വരും. കാർത്തിക ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമല്ല കാർത്തിക. ബർത്തിനെസ് ഒക്കെ പിന്നെ ആദ്യം ഒരു സാധനം വരും. ആ വരുന്ന സാധനത്തെ സപ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ബർത്തിനെസ് എന്ന് പറയുന്നത് പോയത്. അതാരാ ആദ്യം വരുന്നത്? ദേഷ്യം. ഓക്കെ, ഇനി മ്യൂട്ട് ആയിരിക്കും. ദേഷ്യം, ദാറ്റ്സ് എ ട്രൂത്ത്. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ രസകരമായിട്ട് അടക്കി ഒതുക്കി സപ്രസ് ചെയ്ത് ഉള്ളിലിട്ട് കൂട്ടിക്കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനത്തിന്റെ പേരാണ് ദേഷ്യം. ഇപ്പൊ നിങ്ങളത് വളരെ വ്യക്തമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നു കാർത്തിക. താങ്ക് യു കാർത്തിക. ആ ഡെമോൺസ്ട്രേഷൻ വളരെ ആവശ്യമായിരുന്നു. നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റിഫൈ ചെയ്യും. ദേഷ്യം വരുമ്പോൾ ആദ്യം മാറ്റിവെക്കേണ്ട ഒരു സാധനമാണ് വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി. ആദ്യം നമുക്ക് ദേഷ്യം വന്നു എന്നുള്ളതാണ് ആദ്യത്തെ സത്യം. പക്ഷെ ഈ ദേഷ്യം എവിടുന്ന് വന്നു? ഈ ദേഷ്യം എന്തിനായിരിക്കും വന്നത്? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തിനാണ് ഈ ദേഷ്യം വരുന്നത്? എസ്പെഷ്യലി കാർത്തിക പറഞ്ഞ പോലെയാണ്, വൾണറബിലിറ്റി ഷെയർ ചെയ്ത സമയത്ത് അതിനെ ഒരാൾ അബ്യൂസ് ചെയ്യുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? അപ്പൊ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പണ്ട് എന്റെ ഒരു ഫ്രണ്ട്, പേര് ഞാൻ പറയുന്നില്ല, ഒരു ഇന്നർ ചൈൽഡ് സമയത്ത് അദ്ദേഹത്തിന്റെ സപ്രസ് ചെയ്ത് കിടക്കുകയാണ്. ഈ സപ്രസ് ചെയ്ത് കിടക്കുന്നതിൽ വർക്ക് ചെയ്ത് വന്നപ്പോ ഫസ്റ്റ് പുള്ളിക്കുണ്ടായ ദേഷ്യം എവിടെയാണെന്ന് അറിയാം? കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു കസിൻ കണ്ണിൽ കുത്താൻ പോയി. കണ്ണിൽ കുത്താൻ പോയപ്പോ ആ കുഞ്ഞെന്താ ചെയ്തത്? ഒറ്റ അലർച്ച. ആ അലറിയില്ലെങ്കിൽ എന്ത് സംഭവിച്ചാൽ ആ കണ്ണിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് വയ്ക്കുക. കാരണം ആ കുഞ്ഞിനും വിവരമില്ല, ഈ കുഞ്ഞിനൊട്ടൊന്നും ചെയ്യാനും പറ്റില്ല. സോ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? വേണോ വേണ്ടോ? നമ്മളെന്ത് മലയാളികളുടെ ഏറ്റവും ഇതാണ്. കഴിഞ്ഞ ദിവസം മീര വളരെ രസകരമായിട്ട് അത് പറഞ്ഞു. സാരമില്ല, ഒന്നും സാരമില്ല. ആരെങ്കിലും വന്ന് നമ്മുടെ മുഖത്തോട് വീണാലും സാരമില്ല, പൊക്കോട്ടെ, പാവം. സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വാലിറ്റി വരുമ്പോൾ എന്തോ പൊർഗീരിയതേക്ക പൊർഗീരിയോ. ഞാനാണെങ്കിൽ രണ്ടെണ്ണം കൊടുക്കണമെന്ന് വിചാരിക്കും ആദ്യം. അറ്റ്ലീസ്റ്റ് അവർ വിചാരവും വേണ്ടേ നമ്മുടെ ഉള്ളില്. ദേഷ്യം വരും. ആ ദേഷ്യമാണ് പിന്നെ അറിയാൻ പോകുന്നത്. നമുക്ക് ഈ ദേഷ്യം എങ്ങനെ വരുന്നത്? ഈ ഗ്രൂപ്പില് എനിക്ക് ദേഷ്യം വരാത്ത ഒരാളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തി സ്പിരിച്വൽ അല്ല. ആ വ്യക്തിക്ക് ചിന്മയാനന്ദ സ്വാമിജിയെ അറിയില്ല, ആ വ്യക്തിക്ക് പത്രികയെ മനസ്സിലാക്കാൻ പറ്റില്ല, ആ വ്യക്തിക്ക് സ്പിരിച്വാലിറ്റി അറിയാൻ പറ്റില്ല. ദേഷ്യം വരുന്നില്ല എങ്കിൽ. വലിയ വലിയ മഹർഷിമാർക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. ദേഷ്യം വരും, എങ്ങനെ ഉപയോഗിക്കുന്നു അനുസരിച്ചിരിക്കും. ദേഷ്യം വരുന്നില്ല എങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റിംഗ് കേരളയിലൂടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ദേഷ്യമാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. നമ്മളിലെ ദേഷ്യം എന്തിനാണ്? ഈ ദേഷ്യം എങ്ങനെ ഈ ദേഷ്യം ഉപയോഗിക്കാം? എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ശക്തമായി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
അത് ദേഷ്യത്തിൽ നിന്നാണ്. ദേഷ്യം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ വിളിച്ചു പറയും. എന്റെ ഉള്ളിൽ എന്നോട് എന്തെങ്കിലും ഒരു എന്താ പറയുക ഫാസ്റ്റ് ഹീലിംഗ് എനിക്ക് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വന്ന സമയത്താണ്. അപ്പൊ എങ്ങനെ ദേഷ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അടുത്തുള്ള കസേരയൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ടല്ല, സപ്രസ് ചെയ്തിട്ടുമല്ല, അത് നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാം. എങ്ങനെ ഈ ദേഷ്യത്തെ ഉപയോഗിക്കാം? ഞാൻ ഇന്നും കൂടി ഉപയോഗിച്ചിട്ടിരിക്കുകയാണ് ദേഷ്യം വന്നിട്ട്. കാരണം എനിക്ക് നല്ല ദേഷ്യം വന്നു. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇതിനകത്തിരിക്കുന്ന ഒരാള് ഈ നടക്കുന്ന പ്രോസസ്സുകളെ ഒരു ബ്ലേഡിന്റെ ആംഗിളിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ക്ഷമിക്കാൻ പറ്റുമോ? എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. നിങ്ങൾ വലിയ forgiving ആളുകൾക്ക് ക്ഷമിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എനിക്ക് ദേഷ്യം പറ്റും. forgiving പിന്നെ ആദ്യം ദേഷ്യം വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പുറത്തു പോകാം കേട്ടോ. ഈ പ്രോസസ്സിൽ എൻട്രി ചെയ്യണ്ട. ദേഷ്യം വരുന്നവർക്കുള്ള പ്രോസസ്സായിരുന്നു, ദേഷ്യമുള്ളവർക്കുള്ള പ്രോസസ്സാണ്. പണ്ട് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരിക്കലും ഒരു മുറുക്കാങ്കര, നമ്മളിവിടെ മുറുക്കാങ്കര ഉണ്ടല്ലോ, മുറുക്കാങ്കര നാരങ്ങോളം കുടിക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നാരങ്ങോളം കുടിക്കാൻ, പ്രത്യേകിച്ച് സർബത്ത് നാരങ്ങ ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് കുടിക്കാൻ. മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾ മൂന്നുപേരും കൂടി പോയിരുന്നു കുടിക്കുമായിരുന്നു. പലപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ ഒരു മുറുക്കാങ്കര ഉണ്ടായിരുന്നു. ഇപ്പം മെട്രോ ഒന്നും പറയുന്നത് പോയി, അപ്പൊ അത് നഷ്ടമായി. മറ്റേത് മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരാളുടെ ഒരു നാരങ്ങളും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ നാരങ്ങളും കുടിച്ചുകൊണ്ടിരിക്കും അവിടെ ഒരു മാഗസിൻ കിടക്കുന്നത്. ഈ മാഗസിൻ കിടക്കുമ്പോൾ ആ മാഗസിൻ എഴുതിയിരിക്കുകയാണ് കേരളം കോപത്തിലേക്ക്. അതിന്റെ ഹെഡ്ലൈനാണ് കേരളം കോപത്തിലേക്ക്. ഈ കോപത്തിലേക്ക് എന്താ പോകാൻ കാര്യം? കോപത്തിലേക്ക് വെച്ചാൽ ആളുകൾ വെറുതെ വെറുതെ ദേഷ്യമാണ്, മിണ്ടിയ ദേഷ്യമാണ്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ടീനേജ് സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നിട്ടുള്ളത് അല്ലെ? അതെന്തിനായിരുന്നു ദേഷ്യം വന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ടീനേജ് സമയത്ത് എന്തിനാ നമുക്ക് ഇത്ര ദേഷ്യം വന്ന്? ഞാൻ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട് ബോഡിയിൽ. അവിടെ നിൽക്കട്ടെ, അതിനൊക്കെ അപ്പുറം സിഗ്നിഫിക്കൻസ് ഉണ്ട് അവിടെ ദേഷ്യത്തിന്. Separation from the parents. Exactly, thank you. Separation from the parents, സെപ്പറേറ്റ് ചെയ്യാനാണ് ആ ദേഷ്യം വന്നത്. എന്നിട്ട് എത്ര പേര് സെപ്പറേറ്റ് ചെയ്തു? പ്രോപ്പറായിട്ട് സെപ്പറേഷൻ നടന്നോ? പൈസാങ്കാലത്തും പാരന്റ്സിനുമായിട്ട് ഇന്റാങ്കിൾഡ് ആണ് അല്ലേ? ബിക്കോസ് നമുക്ക് ആ ദേഷ്യം എന്തിനാ വന്നത്. സോ നമുക്ക് ഗിൽട്ട് ഉണ്ടായി, നമുക്ക് ഷെയിം ഉണ്ടായി, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. സെപ്പറേഷൻ നടന്നില്ല. സെപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വി നീഡ് ടു റെസ്പെക്ട് അവർ ഇൻഡിവിജ്വാലിറ്റി. നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ സ്പേസിലേക്കാണ് ആദ്യം ഇറങ്ങി തിരിച്ചത്. അവിടെയാണ് നമുക്കൊരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ബൗണ്ടറി സെറ്റിംഗ് നടക്കുന്ന ടീനേജിലാണ്. ശരിക്കും പറഞ്ഞാൽ ടീനേജിൽ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഏതെങ്കിലും സാധനങ്ങൾ ഒരു പാരന്റ് എടുക്കുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ അനുവാദം മേടിച്ചിരിക്കണം. ദാറ്റ് ഈസ് ദി ഹയർ ലോ ഓഫ് റെസ്പെക്ട് ടു എ സോൾ. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ പഠിച്ച കാര്യമാണ്. അതിനുശേഷമാണ് ഞാൻ എന്റെ മകന് പോലും അത് കൊടുക്കുന്നത്. ടീനേജ് കയറിയതിനു ശേഷം അവനോട് ചോദിക്കും, ഇനി അവന് പറയാൻ സൗകര്യം ഇല്ലെങ്കിൽ ഓക്കെ മാറി നിൽക്കാം, നമുക്ക് പറയാവുന്നതൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ് ടു ടീനേജ് വരെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷെ ടീനേജ് കഴിയുമ്പോൾ തൊട്ട് അവർക്ക് അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഈവൻ നമുക്ക് അവരെയൊക്കെ ഹീൽ ചെയ്യാൻ പോലും പറ്റില്ല അവരെ. അത് സദ്ഗുരു പോലും ഷെയർ ചെയ്തിട്ടുണ്ട് അത് വീഡിയോയില്. ഒരു ടീനേജ് ബോയാണ് നിങ്ങളുടെ മകനെങ്കിൽ എന്റെ അടുത്ത് കൊണ്ടുവരണ്ട, എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല. അത് അവന് വേണമെങ്കിൽ അവൻ ഇങ്ങോട്ട് വരട്ടെ, അപ്പൊ ഹീൽ ചെയ്യാം. സ്വമേധയാൽ എന്റെ അടുത്ത് വരുന്ന പല പാരന്റ്സിനോട് ഞാൻ പറയും, മകന്റെയും മകളുടെ അനുവാദം ഇല്ലാതെ ഞാൻ ഹീൽ ചെയ്യില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഹീൽ ചെയ്യില്ല. ഒരു ലെവൽ ഓഫ് ഹീലിംഗ് ഞാൻ ചെയ്യില്ല. കാരണം അങ്ങനെ ഹീൽ ചെയ്താറുണ്ട് അതിന്റെ കർമ്മം ഞാൻ ഇനി ഇവിടെ നിന്ന് പ്രൈസ് കൊടുത്തോണ്ടിരിക്കണം. എനിക്കതിന് സമയമൊന്നുമില്ല. ദാറ്റ് മച്ച് പ്രൈസ് വി നീഡ് ടു പേ. ആ പാരന്റ്സും തിരിച്ചറിയുന്നില്ല ഹൗ മച്ച് പ്രൈസ് ദേ നീഡ് ടു പേ when they interfere their teenage girls or boys. സോ അവിടെ സെറ്റപ്പ് ചെയ്യേണ്ടത് അവർക്കൊരു പ്രൊട്ടക്ഷൻ ലെയർ, സ്വന്തമായിട്ടൊരു പ്രൊട്ടക്ഷൻ ലെയർ ആണ് അവിടെ സെറ്റപ്പ് ചെയ്യേണ്ടത്. ഇനി അഥവാ നമ്മൾ ആരെങ്കിലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു അവസരമാണ് അത് തിരുത്താൻ. ഇപ്പൊ തിരുത്തിയാലും അത് ആ ടീനേജിൽ ഉണ്ടായിരുന്ന ആ കുട്ടിയിലെ എനർജി ബോഡിക്ക് ഷിഫ്റ്റ് ഉണ്ടാവും. അതാണ് ഹീലിംഗിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ അഥവാ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അറിവില്ലെങ്കിൽ തെറ്റ് ചെയ്യും. ഞാനും കുട്ടിക്കാലത്ത് അറിവില്ല എന്ന് പറയും, പാരന്റ് ആവുന്ന സമയത്ത് അറിവില്ലാതെ എന്റെ മോനെ വരെ ഞാൻ തല്ലിയിട്ടുണ്ട്. ഉള്ള കാര്യം പറഞ്ഞു, ഞാനും എന്റെ വൈഫും തല്ലിയിട്ടുണ്ട്. തല്ലരുതെന്നുള്ള അറിവില്ലാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും
തൊട്ടേനും പിടിച്ചതിന് ദേഷ്യം വരുമ്പോൾ പിടിച്ചിട്ടടിക്കും. ആരോടെങ്കിലും ദേഷ്യത്തിലായിരിക്കും. അങ്ങാടി തോറ്റിന് അമ്മയുടെ നേരെ എന്ന് പറഞ്ഞല്ലാണ്, വല്ലവരോടൊപ്പം ദേഷ്യമായിരിക്കും. പക്ഷെ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ അത് തിരുത്തി. തെറ്റ് ചെയ്യാത്ത മനുഷ്യരൊന്നുമില്ല, നമ്മൾ ആരും പെർഫെക്റ്റ് ഒന്നും അല്ല. സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ, കാരണം റൈറ്റസ്നെസ് കൊണ്ട് സ്പിരിച്വൽ പാത്തിലോ അടുത്ത ഹയർ പ്ലെയിനിലേക്കോ ഒരു സ്കോപ്പും ഇല്ല. റൈറ്റസ്നെസ്സും പിടിച്ചുകൊണ്ടിരുന്നത് ഐ ആം ദി റൈറ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഏറ്റവും വലിയ റോങ് ഈ ലോകത്ത്. കാരണം ആ വ്യക്തി അവനവനെ മാത്രമല്ല റോങ് ആക്കുന്നത്, ഒരുപാട് പേരെ റോങ് ആയിക്കൊണ്ടിരിക്കുക. സോ ബെറ്റർ തിങ്, റോങ് ഈസ് ബെറ്റർ ദാൻ റൈറ്റ്. നമ്മൾ തെറ്റാണെങ്കിൽ ഓക്കെ, നമുക്ക് തിരുത്തിക്കൊണ്ടേയിരിക്കാം, വളർന്നുകൊണ്ടേയിരിക്കാം. ഇൻഫൈനൈറ്റ് ഗ്രോത്ത് ആണ് റോങ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. റോങ് ആണെന്നുള്ള വിശ്വാസത്തിൽ വിക്ടിം ഫുഡിലിരിക്കുന്ന ഒരാളെ പറ്റി അല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. റോങ് ആണെന്നുള്ളതിന്റെ ക്രിയേറ്റീവ് പോയിന്റ് ഞാൻ ഈ പറയുന്നത്. We can be a creator from the wrong points. We can understand our uniqueness. So today we are entering into meditation. So ദേഷ്യത്തെ വളർത്താനാണ് ഞാൻ പോകുന്നത്. തയ്യാറാണെങ്കിൽ കൈവക്കാം. സർ ഒരു ഡൗട്ട് സർ. ചോദിച്ചോ. സർ തുടങ്ങിയത് ലൈറ്റ് ബീയിങ്സ് ആൻഡ് കേരളത്തില് അതിന്റെ അത് വെച്ചിട്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തില്ല. അവരിലേക്ക് എത്തണ്ടേ, അതിലേക്ക്. താങ്ക് യു റിമെമ്പർ ചെയ്തതിന് നന്ദി. ഓക്കെ, ടിലു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് വാട്ട് അബൌട്ട് ഗ്രീഫ് അപ്പാർട്ട് ഫ്രം ആംഗർ ഗ്രീഫ് ക്യാൻ ഓൾസോ കം? യെസ്, തീർച്ചയായിട്ടും. പക്ഷെ പലപ്പോഴും പല ഗ്രീഫും ഓൾഡ് ആയിട്ട് നമ്മളിൽ എക്സസ് ചെയ്യുന്നത് ആങ്കർ ആയിട്ടാണ് പലപ്പോഴും. അല്ലെങ്കിൽ പല ആങ്കറും നമ്മളിൽ ഹോൾഡ് ആവുന്നതും ഗ്രീഫ് ആയിട്ടാണ്. നമ്മൾക്ക് എന്തുകൊണ്ടാണ്, പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ ഈ മരിച്ചു പോയ ആളുടെ ഓർമ്മയിൽ സ്റ്റക്കാവുന്നതിനാണ് ഗ്രീഫ് എന്ന് നമ്മൾ പറയുന്നത്. ആ സാഡ്നെസ്സിൽ തന്നെ ഇരിക്കും. അതൊരു സോർട്ട് ഓഫ് ആങ്കർ ആണ്. ഞാനൊരു കുഞ്ഞല്ല, കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല, ആ വ്യക്തി ഒരു അമ്മയാണ്. അമ്മയുടെ കുഞ്ഞിക്കാലം എന്ന് വെച്ചാൽ 6 വയസ്സുള്ള ആ കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചുപോയി. ഈ അച്ഛൻ മരിച്ചു പോകുമ്പോ അച്ഛനോട് തോന്നുന്ന ഫീലിംഗ് എന്താണെന്നുള്ളത് അറിയാവോ? ആ കുഞ്ഞിന് ദേഷ്യം, എന്നെ ഇവിടെ ഇട്ടേച്ചു പോയി. പക്ഷെ ഈ ദേഷ്യത്തെ കാണുന്ന വരെ ആ കുഞ്ഞിന്റെ ഗ്രീഫ് മാറുന്നില്ലായിരുന്നു ലൈഫില്. ദേഷ്യത്തെ കണ്ടപ്പോ അച്ഛനോട് ചോദിക്കുകയാണ്, എന്നെ ഇവിടെ എന്തിനാ ഒറ്റയ്ക്ക് ഇട്ടേച്ചു പോയത്? ഈ ദേഷ്യം അറിയുന്നത് വരെ ആ ഗ്രീഫ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി കരയില്ലെന്നല്ല, എന്റെ അമ്മോ സെഷൻ തുടങ്ങിയ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കരയോ ആ വ്യക്തി. ഞാൻ മാത്രമല്ല, എന്റെ വൈഫ് സെഷൻ എടുത്തിട്ടുണ്ട്. എന്റെ സെഷൻ ഞാൻ വിശക്കുമ്പോഴെങ്കിൽ ഞാൻ വെറുതെ സെഷൻ വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു. പുള്ളിക്കാർ വിശന്നാലും സെഷൻ എടുത്തുകൊണ്ടിരിക്കും. 5 മണി വരെയൊക്കെ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ അവയ്ക്ക് കരയും. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന കരയുന്ന ആളുകളുടെ ഗ്രീഫ് ഇല്ലെന്നാണോ? ബട്ട് ഗ്രീഫ് ഈസ് ദർ. ഗ്രീഫ് പോയില്ലായിരുന്നു ആ വ്യക്തിയുടെ. ഗ്രീഫ് പോകാത്തതുകൊണ്ട് തന്നെ ഫാമിലി ലൈഫ് ഏറ്റവും മോശമായിരുന്നു. ഹസ്ബൻഡുമായിട്ടുള്ള ലൈഫേ നല്ലതല്ലായിരുന്നു എപ്പോഴും. ബിക്കോസ് ഓഫ് ദി ഗ്രീഫ് ദാറ്റ് ഫാദർ ഗോൺ. അച്ഛൻ എന്നെ ഉപേക്ഷിച്ചു പോയതുള്ള ഗ്രീഫ് സ്റ്റോറായി കിടന്നത് ആങ്കർ ആയിട്ടായിരുന്നു. സോ അവിടെ ആങ്കർ ചിലപ്പോൾ റിലീസ് ചെയ്തിട്ട്, ഇന്നലെ നിങ്ങളെ ഗ്രീഫായിട്ട് തന്നെ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആങ്കർ ആയിട്ട് നോക്കാം. എഗെയിൻ ഗ്രീഫ് നമുക്ക് വിടാൻ പറ്റില്ല, ആങ്കർ അറിയണം. ചില സമയം നമ്മുടെ ആങ്കർ കാണണം. ഓക്കെ, ഫർദർ ക്വസ്റ്റ്യൻ ഇല്ല എങ്കിൽ ക്ലോസ് യുവർ ഐസ്. ഞാൻ ഇന്ന് 3 മിനിറ്റ് ഒന്നും അല്ല, ഞാൻ ഇന്നൊരു 20 മിനിറ്റെങ്കിലും എടുക്കും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ 20 മിനിറ്റ് പറ്റാത്തവരുണ്ടെങ്കിൽ പോകാവുന്നതാണ്. 20 മിനിറ്റ് ചിലപ്പോൾ 50 മിനിറ്റ് എടുക്കുന്നിരിക്കും, അത് വേറെ കാര്യം. ഇങ്ങനെ 20 മിനിറ്റ് മിനിമം എടുക്കും ഞാൻ. ഏത് പൊസിഷനിലുണ്ടെങ്കിലും നിങ്ങളുടെ ബോഡി വയ്ക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇരിക്കാം. യെസ്. സോ നിങ്ങൾക്ക് കണ്ണടച്ച് സ്വസ്ഥമായിട്ടിരിക്കാം.
കണ്ണുകൾ അടച്ച് കൈകൾ ക്ലാസ്പ് ചെയ്യാം, കൈകൾ ഓപ്പൺ ആക്കി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ബോഡി വെക്കാം. പക്ഷെ ബോഡി കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്ഥിര സുഖം ആസനം. നിങ്ങൾക്ക് ചാരിയിരിക്കണമെങ്കിൽ ചാരിയിരിക്കാം. ബട്ട് ഈ ഹോൾ പ്രോസസ്സിൽ കണ്ണടച്ചിരിക്കുക. ആദ്യം കണ്ണടച്ചിരിക്കുന്ന സമയം മെല്ലെ ശരീരത്തിലൂടെ മനസ്സൊന്ന് കടന്നു പോകാൻ അനുവദിക്കുക. ഫ്രം ദി ഹെഡ്, ശിരസിൽ നിന്നും മെല്ലെ അറ്റൻഷൻ നെറ്റിയിലൂടെ കണ്ണുകളിലൂടെ ചെവിയിലൂടെ മൂക്കിലൂടെ കവിളുകളിലൂടെ ചുണ്ടുകളിലൂടെ ശ്രദ്ധ പോകുന്ന സമയം മെല്ലെ നാക്കിൽ ശ്രദ്ധിച്ച് നാക്ക് വായുടെ ഉള്ളിൽ ലോവർ പാലറ്റിൽ വിശ്രമിക്കാൻ അനുവദിക്കുക. അതായത് വായുടെ അടിവശത്ത് വിശ്രമിക്കാൻ അനുവദിക്കുക. താടിയിലൂടെ കഴുത്തുകളിലൂടെ തൊണ്ടയുടെ ഭാഗം, വലത്തെ ഷോൾഡർ, വലത്തെ കൈയുടെ മുകൾ ഭാഗം, വലത്തെ കൈമുട്ട്, വലത്തെ കൈയുടെ കീഴ്ഭാഗം, വലത്തെ കൈയുടെ റിസ്റ്റ്, ഓരോ വിരലുകൾ, തള്ളവിരൽ, ചൂണ്ടുവിരൽ, മധ്യവിരൽ, മോതിരവിരൽ, ചെറുവിരൽ. മെല്ലെ ശ്രദ്ധ ഇടത്തെ ഷോൾഡറിലൂടെ, ഇടത്തെ കൈയുടെ മുകൾ ഭാഗം, ഇടത്തെ കൈമുട്ട്, ഇടത്തെ കൈയുടെ കീഴ്ഭാഗം, ഇടത്തെ കൈയുടെ റിസ്റ്റ്, ഇടത്തെ കൈയിലെ ഓരോ വിരലുകൾ, തള്ളവിരൽ, ചൂണ്ടുവിരൽ, മധ്യവിരൽ, മോതിരവിരൽ, ചെറുവിരൽ. മെല്ലെ ശ്രദ്ധ നട്ടലിലൂടെ, നട്ടലിന്റെ മുകൾ വശം, നട്ടലിന്റെ മധ്യവശം, നട്ടലിന്റെ കീഴ്വശം, ഹോൾ ബാക്ക്, ഹോൾ സ്പൈൻ. മെല്ലെ ശ്രദ്ധ നെഞ്ചിലേക്ക്, നെഞ്ചിന്റെ വലത്തെ ഭാഗം, നെഞ്ചിന്റെ ഇടത്തെ ഭാഗം, നെഞ്ചിന്റെ മധ്യഭാഗം. അവിടുന്ന് താഴോട്ട് വയറിന്റെ മുകൾ ഭാഗം, വയറിന്റെ മധ്യഭാഗം. വയറിന്റെ മധ്യഭാഗം എന്ന് പറയുമ്പോൾ തൊക്കിലൊക്കെയുള്ള ഭാഗം, താഴോട്ട് വയറിന്റെ കീഴ്ഭാഗം. അവിടുന്ന് മെല്ലെ ശ്രദ്ധ താഴോട്ട് താഴോട്ട് ഇടുപ്പിലൂടെ, ഹിപ്പിലൂടെ, ബട്ടക്സിലൂടെ, ജനനേന്ദ്രിയത്തിലൂടെ, തൈസ് തുടകളിലൂടെ, നീസ് കാൽമുട്ടുകളിലൂടെ, കാഫ് മസിൽസ്, ആംഗിൾസ് കണങ്കാലുകൾ, ഉപ്പൂറ്റി, ഹീൽസ് ആൻഡ് ടോസ്. ഈ സമയം മെല്ലെ ദീർഘമായ ഒരു ശ്വാസം ഏറ്റവും സുഖകരമായിട്ട്, അതായത് ഒരു പൂ നമ്മൾ സ്മെല് ചെയ്യുന്നത് പോലെ, മണക്കുന്നത് പോലെ ഏറ്റവും സുഖമായി ബ്രത്തിങ്ങനെ ആഴത്തിൽ എടുക്കുന്ന സമയം പാദത്തിൽ നിന്നും മെല്ലെ ശിരസിലേക്ക് ശ്രദ്ധ പോകാൻ അനുവദിക്കുക. മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വായിലൂടെ ഒരു ബ്രീസ് പോലെ വളരെ ഹാ എന്നുള്ള ഫീലിങ്ങിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ
ശിരസിൽ നിന്നും പാദത്തിലേക്ക് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു 7 പ്രാവശ്യം ചെയ്യുക. ഈ 7 പ്രാവശ്യം നിങ്ങൾക്ക് വളരെ ആസ്വദിച്ച് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ശ്വാസം എടുക്കുന്ന സമയം നിങ്ങളോട് പറയുക, ഐ എം കാമിങ് മൈ ബോഡി ആൻഡ് മൈൻഡ്. എൻ്റെ മനസ്സും ശരീരവും ഞാൻ പൂർണ്ണമായും വിശ്രമിക്കാൻ അനുവദിക്കുന്നു. ശ്വാസം വിടുമ്പോൾ മെല്ലെ ഒന്ന് പുഞ്ചിരിക്കുക. ഈ പ്രോസസ്സ് നിങ്ങൾ മെല്ലെ മെല്ലെ ഓരോ പ്രാവശ്യം ശ്വാസം വിടുമ്പോഴും പുഞ്ചിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ കണ്ടിന്യൂ ചെയ്യുന്ന സമയം ഞാൻ മെല്ലെ 5 to 1 കൗണ്ട് ചെയ്യുമ്പോൾ, 5 മുതൽ 1 വരെ കൗണ്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു പുഞ്ചിരി നൽകിയ വളരെ അടുത്ത കാലത്തെ ഒരു ഓർമ്മയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. വളരെ അടുത്ത കാലത്ത് പുഞ്ചിരി ഉള്ള ഒരു ഓർമ്മയാണ്, ഏറ്റവും നല്ല ഓർമ്മയാണ്. അത് ചിലപ്പം ഒരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ചതാവാം, കൂട്ടുകാരും ഒത്തുകൂടിയതാവാം, ചിലപ്പോൾ വീട്ടിലിരിക്കുന്നതാവാം, ചിലപ്പോൾ സ്വന്തം ചാടികസേരയിലിരുന്ന് പഴയ കാര്യങ്ങൾ ഓർത്തതാവാം, എന്തുമാവാം. ഒരു പുഞ്ചിരി നൽകിയ നിമിഷം, നല്ല മെമ്മറി. 5, ഈ അടുത്തയിടെ ജീവിതത്തിൽ വന്ന ഒരു നല്ല മെമ്മറിയിലേക്ക് ട്രാവൽ ചെയ്യാണ്. 4, മെല്ലെ മെല്ലെ പുറകോട്ട് ടൈമിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3, ഇതാ പുഞ്ചിരി നൽകിയ ആ നിമിഷത്തിലേക്ക് എത്തുകയാണ്. അതൊരു പക്ഷെ ഇന്നലെ വരെ ആവാം, ഏത് നിമിഷം ആയിക്കോട്ടെ. 2, യാതൊരു ജഡ്ജ്മെന്റും ഇല്ലാതെ ആ നിമിഷത്തെ തുറന്നു വരാൻ അനുവദിക്കുന്നു. ആൻഡ് 1, ആ നിമിഷം ഇങ്ങനെ മനസ്സിൽ വരുമ്പം മെല്ലെ അതൊന്ന് ആസ്വദിക്കുക. ആ പുഞ്ചിരി നൽകിയ സമയം, ആ കിട്ടിയ നിമിഷം, അവിടുന്ന് ഉണ്ടായിരുന്ന ഊർജം, ആ സന്തോഷം. ഈ സന്തോഷത്തെ ഇങ്ങനെ അറിയുമ്പോൾ ഞാൻ പറയാണ് നിങ്ങളോട്, ഈ സന്തോഷം ശരീരത്തിൽ ഒന്ന് അറിയാൻ, അതിന്റെ ഊർജത്തെ ഒന്ന് അറിയാൻ ആവശ്യപ്പെടുമ്പം നിങ്ങളുടെ ശരീരത്തിലൂടെ ചെറിയ ചെറിയ സെൻസേഷൻസ് ആയിട്ട് ആ ഊർജം ഇങ്ങനെ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അത് മെല്ലെ ഒന്ന് ആസ്വദിക്കുക. ശിരസിൽ നിന്ന് പാദം വരെയുള്ള ഭാഗത്തുകൂടെ സുന്ദരമായി ഈ പുഞ്ചിരിയുടെ ഈ നല്ല ഒരു ഓർമ്മ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അത് സഞ്ചരിച്ച് അത് ആസ്വദിച്ച് അവിടെ തന്നെ നിൽക്കാതെ അവിടെ നിന്ന് പിന്നെയും പുറകോട്ട് സഞ്ചരിക്കുകയാണ്. ഞാൻ 3 to 1 കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ 1 വർഷം പുറകോട്ട് പോയി. 1 വർഷം പഴക്കമുള്ള 2019 നിങ്ങൾക്ക് പുഞ്ചിരി നൽകിയ ഒരു നിമിഷം. ആ നിമിഷം പെട്ടെന്ന് നിങ്ങൾ മനസ്സിലേക്ക് കയറി വരുന്നതാണ്. നിങ്ങൾ ഒരു എഫേർട്ട് ഇട്ടിട്ട് വരുന്നൊന്നുമല്ല. 3, 2019 നിങ്ങൾക്ക് പുഞ്ചിരി നൽകിയ ആ നിമിഷം വരട്ടെ. 2, അതിതാ മനസ്സിലേക്ക് കയറി വരുന്നു. 1, അവിടെയും പുഞ്ചിരി നൽകിയ നിമിഷം ആവുന്നതുകൊണ്ട് തന്നെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക, അത് ആസ്വദിക്കുക, അത് ശരീരത്തിലൊക്കെ അനുഭവിക്കുക, അതിലെ ഊർജം അറിയുക, ആ സമയത്തെ ശ്വാസം അറിയുക.
ഇൻക്ലൂഡിങ് ആ സമയം നിങ്ങൾ ഇട്ടിരുന്ന വസ്ത്രം, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാര്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പെസിഫിക്കലി അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മണം, നമുക്ക് കിട്ടുന്ന ഒരു സ്മെല്ലായിരിക്കാം, നമ്മൾ കേൾക്കുന്ന ചില ശബ്ദങ്ങളായിരിക്കാം, നമുക്ക് കിട്ടിയ എന്തെങ്കിലും ടച്ച് ആയിരിക്കാം. ഇതൊക്കെ ഒന്ന് അറിയുക. അതങ്ങനെ അറിഞ്ഞ് അവിടെ തന്നെ ഇരിക്കാതെ ഈ സമയം ഞാൻ 5 to 1 കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു 5 വർഷം പുറകോട്ട് പോവുകയാണ്, കുറച്ചും കൂടി സമയത്തിലേക്ക് പോവുകയാണ്, ഒരു 5 വർഷം പുറകോട്ട് പോവുകയാണ്. 5, അവിടെ നടന്ന ഒരു പുഞ്ചിരിയുള്ള നിമിഷത്തിലേക്കാണ് പോകുന്നത്. 4, 5 വർഷം പുറകോട്ട് പോകുമ്പോൾ പുഞ്ചിരി നൽകിയ ഒരു നിമിഷം. 3, 2 and 1. ആ നിമിഷവും ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ ഇട്ടിരിക്കുന്ന വസ്ത്രം, നിങ്ങളുടെ ജീവിത രീതി, നിങ്ങൾക്ക് ആ പുഞ്ചിരി നൽകിയ സാഹചര്യം, ഈവൻ നമ്മൾ നിൽക്കുന്ന ഒരു റൂമാണെങ്കിൽ അതിന്റെ വാളിൽ അടിച്ചിരിക്കുന്ന പെയിന്റിന്റെ കളറും ഒക്കെ തിരിച്ചറിയാൻ ശ്രമിക്കുക. അല്ല ഏതെങ്കിലും പുറത്ത് സ്പേസ് ആണെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫുള്ളി അറ്റൻഡ് ചെയ്യുക, എല്ലാ രീതിയിൽ അറ്റൻഷൻ തുറന്ന് ചുറ്റും അറിയുക. സപ്തവദനാണ് നമ്മുടെ കഴിവ്. എല്ലാ രീതിയിലും നമുക്ക് 7 തരത്തിൽ അറ്റൻഷൻ കടത്തിവിടാവുന്നതാണ്. സോ അറ്റൻഷൻ ഇങ്ങനെ വികസിക്കാൻ അനുവദിക്കുക. അത് വികസിക്കും തോറും ഈ സമയം എഗെയിൻ ഞാൻ 5 to 1 കൗണ്ട് ചെയ്യുന്ന സമയം നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് നിങ്ങളുടെ ഒരു സ്കൂൾ ഡേയ്സിലാണ്. എന്ന് വെച്ചാൽ ഒരു സ്കൂളിൽ ക്ലാസ് റൂമിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, സുഹൃത്തുക്കളുമൊത്ത് നിങ്ങൾ സന്തോഷിച്ച ഒരു നിമിഷമാണ്. 5, നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ പുഞ്ചിരിച്ച നിമിഷം. അവിടെ ബാക്കി ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് സന്തോഷിച്ചൊരു നിമിഷമാണ്. 4, അത് ഏത് ക്ലാസ് റൂം ആയിക്കോട്ടെ, ഏത് സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ. 3, ആ കാലഘട്ടത്തിലേക്ക് എത്തുകയാണ്. 2 and 1. ആ ക്ലാസ് റൂമിൽ എന്ത് തമാശയാണ് നമുക്ക് സന്തോഷം തരുന്നത്, എന്താണ് നമ്മളെ രസിപ്പിക്കുന്നത്, ആ ക്ലാസ് റൂമിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഏത് സുഹൃത്താണ് നമുക്കുള്ളത്, ഇതൊക്കെ ചെറുതായിട്ടൊന്ന് അറിയുക. ഈ സന്തോഷ മൊമെന്റ് അറിയുന്ന സമയം മെല്ലെ ദീർഘമായ ആ സന്തോഷം എടുത്തിട്ട് നിങ്ങൾ ശ്വാസം പുറത്തു വിടുമ്പോൾ ഒരു ഹമ്മിങ്ങിലൂടെ ശ്വാസം വിടുക. എന്നുവെച്ചാൽ ആ സന്തോഷത്തെ നിങ്ങൾ ഒരു ഹമ്മിങ്ങിലൂടെ ഒരു സംഗീതാത്മകമായ ഉള്ളിലൊന്ന് അനുഭവിക്കുക. അതായത് ഈ സമയം എഗെയിൻ ഞാൻ 5 to 1 കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് 5 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയിലേക്കാണ്. ഈ കുട്ടിയും സന്തോഷത്തോടെ ഇരിക്കുന്ന കുട്ടിയിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത്. 5, 5 വയസ്സിന് താഴെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലേക്ക്. 4, അതിന്റെ മെമ്മറി പ്രോപ്പറായി പിക്ചറൈസ് ചെയ്ത് വന്നില്ല എങ്കിൽ അതിന്റെ ഇംപ്രഷൻസ് കിട്ടുന്നുണ്ടാവും, ഒരു നോയിങ് കിട്ടുന്നുണ്ടാവും. അതിലൂടെ പിടിച്ച് മെല്ലെ ആ പിക്ചറിലേക്ക് എൻട്രി ചെയ്യുക, മെമ്മറി പൂർണ്ണമായിട്ട് അറിയുക. 3, 2, 1. 5 വയസ്സിന് താഴെ ഏത് പ്രായത്തിലാണെന്ന് നോക്കുക. 4 വയസ്സാണോ, 3 വയസ്സാണോ, 2 വയസ്സാണോ, ഏത് സമയത്താണ്, എന്താണ് അവിടെ നല്ല ഒരു സന്തോഷം തരുന്നത്? ഇൻ ദിസ് മൊമെന്റ് നിങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സത്യമുണ്ട്. ഐ എം ആൻ ഒതന്റിക് ഹ്യൂമൻ. ഞാനിപ്പോ ഒതന്റിക്കലി വൾണറബിൾ ആയിട്ട് അത് ആസ്വദിക്കുകയാണ്. സോ ചിരിക്കുമ്പോൾ പോലും ആ ചിരി എന്ന് പറയുന്നത് ഇങ്ങനെ അനന്തമായ ചിരിയാണ്. ഗിഗ്ലിംഗ് എന്ന് പറയുന്ന പോലെയാണ്. ഇങ്ങനെ സ്പോണ്ടേനിയസ്ലി യു ക്യാൻ ലാഫ്. യു ഡോണ്ട് നീഡ് എനി പ്രാക്ടീസ് ഫോർ ലാഫ്. സ്പോണ്ടേനിയസ് ഗിഗ്ലിംഗ് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് ഇക്ലി ഫീലിംഗ് ഉള്ള ഒരു സമയമാണ്. ആരെങ്കിലും സ്പർശിച്ചാൽ പോലും യു സ്റ്റാർട്ട് ലാഫിങ്. നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കുന്ന ഒരു കളിയാണ് എന്നെ പിടിക്കാൻ പറ്റൂലല്ലോ, എന്നെ ചിരിപ്പിക്കാൻ പറ്റൂലല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്ന കളികൾ കളിക്കുന്ന ആ ഒരു കുഞ്ഞാണ് നമ്മൾ. ആ എനർജിയിലേക്ക് ഇറങ്ങാം. ഈ സമയം ഈ എനർജി ആസ്വദിക്കുന്ന അതേ സമയം ഞാൻ 1 to 3 കൗണ്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ആ സമയത്തിൽ ഒരു സമയം നിങ്ങൾക്കൊരല്പം ദേഷ്യം വരുന്നു.
ആ ദേഷ്യം വരുന്ന നിമിഷത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത്. 1, ഈ കളിയും ചിരിയും ഒക്കെ ഉള്ള നിങ്ങളുടെ ഉള്ളിലേക്ക് പെട്ടെന്നൊരു ദേഷ്യം വരുന്ന നിമിഷത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു. 2, നിങ്ങളുടെ ഊർജത്തിലേക്ക് ആങ്കർ എന്ന് പറയുന്നത് എന്താണോ അതിനെ കാണാൻ പോവാണ്. അതിനോട് നിങ്ങൾക്ക് യാതൊരു മോശം ഫീലിംഗും ഇല്ല, നിങ്ങൾ അത് ഇമ്മീഡിയറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. 3, ആങ്കർ എന്ന ഊർജം നിങ്ങളിൽ വരിക. ഈ സമയം വരുന്ന ആങ്കർ എന്ന ഊർജം ഉള്ളിൽ വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് കിട്ടുന്ന ഫീലിംഗ് അറിയുക, ആ സിറ്റുവേഷൻ അറിയുക, ദേഷ്യം വരിക. മറ്റു പോലെ പുറത്തുള്ള ആളുകളിലുള്ള ശ്രദ്ധ മുഴുവനും വിട്ട് ദേഷ്യം വരുത്തി എന്നുള്ളതിനെ വിട്ട് ദേഷ്യം വന്നു എന്നതിലേക്ക് ഇറങ്ങുക. ഇപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പായി മനസ്സിലായാൽ നിങ്ങളുടെ ഇടത്തെ കൈ ഒന്ന് ഉയർത്തി കാണിക്കുക. എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ദേഷ്യം വന്നു എന്നുള്ളത്. നിങ്ങളുടെ ഇടത്തെ കൈ ഒന്ന് ഉയർത്തുക. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ദേഷ്യം വന്നു. ആ ദേഷ്യം വന്നു എന്നത് നിങ്ങൾ തന്നെ ഉള്ളിൽ പറയുക, എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് ദേഷ്യം വന്നു, ഞാനിപ്പോ ദേഷ്യത്തിലാണ്. ആ ദേഷ്യത്തെ ഈ സമയം ഞാൻ പറയുന്ന ശരീരഭാഗത്തൂടെ ആ ഊർജത്തെ, ആ വരുന്ന ഊർജത്തിന് ഒരു കളർ കൊടുക്കുക. വന്നിരിക്കുന്ന ദേഷ്യമാണ്, അതിനൊരു കളർ കൊടുക്കുക. കൈകൾ ഉയർത്തിക്കഴിഞ്ഞത് കൈകൾ താഴ്ത്തിയിടാം. ആ ദേഷ്യത്തിന് ഒരു കളർ കൊടുക്കുമ്പോൾ എന്ത് കളറാണോ വരുന്നത് ആ കളർ കൊടുക്കുക. അതിനെ ദേഷ്യം പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്നുള്ളതൊക്കെ മനസ്സിൽ നിന്ന് വിട്ട് എനിക്ക് ദേഷ്യം വന്നു, യെസ് എനിക്ക് ദേഷ്യം വന്നു, ആ ദേഷ്യത്തിന് ഒരു കളർ കൊടുക്കുക. കളർ കൊടുക്കുന്ന ഈ നിമിഷം മുതൽ അതൊരു ഊർജമാണ്. ഈ സമയം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ആ ഊർജം ആദ്യം ടോസിൽ അനുഭവിക്കുക. നിങ്ങൾ ടോയിലേക്ക് ആ ഊർജത്തെ കൊണ്ടുവരിക. ടോയിൽ ആ ഊർജം വരുമ്പോൾ ടോസിൽ അനുഭവിക്കുന്ന സെൻസേഷൻസ് മാത്രം അറിയുക. മെല്ലെ മെല്ലെ ആ ഊർജം ടോയിൽ നിന്നും ആംഗിളിലേക്ക് സഞ്ചരിക്കാൻ അനുവദിക്കുക. ആംഗിളിൽ നിന്നും ആ ഊർജം നീയിലേക്ക് സഞ്ചരിക്കാൻ അനുവദിക്കുക. നീയിൽ നിന്നും അത് ഹിപ്പിലേക്ക്, ഹിപ്പിൽ നിന്നും അത് അപ്പർ ബോഡിയിലേക്ക്, ട്രങ്ക് എന്ന് പറയുമ്പോൾ മുഴുവൻ അപ്പർ ബോഡി, ഷോൾഡർ വരെ, ദെൻ ഷോൾഡർ, ഷോൾഡറിലൂടെ ആ ഊർജം എൽബോ, റിസ്റ്റ്, ഹാൻഡ്, ഉള്ളംകൈ, ലിറ്റിൽ ഫിംഗർ, റിംഗ് ഫിംഗർ, മിഡിൽ ഫിംഗർ, ഇൻഡെക്സ് ഫിംഗർ, തമ്പ്, മുഴുവൻ വിരലുകളും അനുഭവിക്കുക. ആ ഊർജം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള സെൻസേഷൻ ആണ് ഞാൻ അനുഭവപ്പെടുന്നത്. ആൻഡ് നെക്ക്, കഴുത്ത്, ബ്രോ, ബ്രോ മീൻസ് രണ്ട് പിരികങ്ങൾക്കിടയിലുള്ള സ്പേസ്, ഐലിഡ് ആൻഡ് ഐബോൾ, നിങ്ങളുടെ ഐലിഡ്സും ഐബോളും ശ്രദ്ധിക്കുക. ഫേസ്, മുഴുവനായി മുഖം, ലിപ്സ്, ചുണ്ടുകൾ, ജോ, ജോ ശ്രദ്ധിക്കുക, ടങ്, ദെൻ ലാരിങ്സ്, ലാരിങ്സ് എന്ന് പറയുമ്പോൾ തൊണ്ടക്കുഴിയിലകത്തുള്ള ഭാഗം. ഇത്രയും ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കുന്ന സെൻസേഷൻ, ആ ഒരു എനർജി തരുന്ന സെൻസേഷൻ എന്താണെന്ന് അറിയുക. ആ സെൻസേഷൻ അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയം നിങ്ങളുടെ ബ്രെത്ത് ഒബ്സർവ് ചെയ്യുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അറ്റൻഷൻ ഉണ്ട്, ഫോക്കസ് ഉണ്ടെന്നുള്ളത് അറിയുക. എനിക്ക് ആ സെൻസേഷൻ ഇരിക്കുമ്പോൾ ഉള്ള ഫോക്കസ് എന്താണ്, എത്ര ശതമാനം എന്റെ മനസ്സിന് വളരെ ദൃഢമായിരിക്കാൻ സാധിക്കുന്നു എന്നതൊന്നും അറിയുക. അതറിയുന്നതിനോടൊപ്പം തന്നെ അറ്റൻഷൻ വീണ്ടും ട്രാവൽ ചെയ്യുക. ലാരൻസിൽ നിന്നും നാക്കിലൂടെ, ടങ്ങിലൂടെ, ജോയിലൂടെ, ലിപ്സിലൂടെ, ഫേസിലൂടെ, ഐബോളിലൂടെ, ഐലിഡിലൂടെ, ബ്രോയിലൂടെ, നെക്കിലൂടെ, തമ്പ്, ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ, റിംഗ് ഫിംഗർ, ലിറ്റിൽ ഫിംഗർ, ഹാൻഡ്, റിസ്റ്റ്, എൽബോ, ഷോൾഡേഴ്സ്, ട്രങ്ക്, ഹിപ്പ്, നീ, ആംഗിൾ, ടോസ്. ഇനി ഇതേ റൊട്ടേഷൻ നടക്കുന്നത് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടാണ്. ഈ എനർജി നിങ്ങളുടെ ഉള്ളിൽ ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യും തോറും ഇതുവരെ നമ്പായിരിക്കുന്ന നിങ്ങളുടെ ശരീരത്തിലെ മുഴുവൻ ഊർജവും ഈ റൊട്ടേഷനിൽ ആക്റ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞു പോകുന്നതെങ്കിലും നിങ്ങളുടെ അറ്റൻഷൻ അതിലും ഫാസ്റ്റായി സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലാക്കുക. ടോയിലൂടെ എനർജി ആംഗിളിലേക്ക്, ആംഗിളിൽ നിന്നും നീസിലേക്ക്, നീയിൽ നിന്നും ഹിപ്പിലേക്ക്, ഹിപ്പിൽ നിന്നും ട്രങ്കിലേക്ക്, ട്രങ്കിൽ നിന്നും ഷോൾഡർ, ഷോൾഡറിൽ നിന്നും എൽബോ, എൽബോയിൽ നിന്നും റിസ്റ്റ്, റിസ്റ്റിൽ നിന്നും ഹാൻഡ്, ഹാൻഡിൽ നിന്നും ലിറ്റിൽ ഫിംഗർ, റിംഗ് ഫിംഗർ, മിഡിൽ ഫിംഗർ, ഇൻഡെക്സ് ഫിംഗർ, തമ്പ്, നെക്ക്, ബ്രോ, ബ്രോയിൽ നിന്നും ഐലിഡ്സ്, ഐലിഡ്സിൽ നിന്നും ഐബോൾ, ഐബോളിൽ നിന്നും ഫേസ്, ഫേസിൽ നിന്നും ലിപ്സ്, ലിപ്സിൽ നിന്നും ജോ, ജോയിൽ നിന്നും ടങ്, ടങ്ങിൽ നിന്നും ലാരൻസ്. ശരീരത്തിനുള്ളിൽ ഈ എനർജി ഇങ്ങനെ ഓടുമ്പം
ശരീരത്തിന് തന്നെ പലതരത്തിലുള്ള മൂവ്മെന്റ് നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടാവും. ഒന്നിനെ റെസിസ്റ്റ് ചെയ്യാതെ അതങ്ങനെ മതിക്കാൻ അനുവദിക്കുക. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയ മർദ്ദനം നടത്തിയ പോലെ ശരീരത്തിനുള്ളിലൂടെ അത് ഒഴുകി ഒഴുകി എല്ലാ നംനസിന് അതീതമായി സഞ്ചരിക്കാൻ അനുവദിച്ചുകൊണ്ട് ലാരൻസിൽ നിന്നും ടങ്, ടങ്ങിൽ നിന്നും ജോ, ജോയിൽ നിന്നും ലിപ്സ്, ലിപ്സിൽ നിന്നും ഫേസ്, ഫേസിൽ നിന്നും ഐബോൾ, ഐബോളിൽ നിന്നും ഐലിഡ്സ്, ഐലിഡ്സിൽ നിന്നും ബ്രോ, ബ്രോയിൽ നിന്നും നെക്ക്, നെക്കിൽ നിന്നും തമ്പ്, തമ്പിൽ നിന്നും ഇൻഡെക്സ് ഫിംഗർ, ഇൻഡെക്സ് ഫിംഗറിൽ നിന്നും മിഡിൽ ഫിംഗർ, മിഡിൽ ഫിംഗറിൽ നിന്നും റിംഗ് ഫിംഗർ, റിംഗ് ഫിംഗറിൽ നിന്നും ലിറ്റിൽ ഫിംഗർ, ലിറ്റിൽ ഫിംഗറിൽ നിന്നും ഹാൻഡ്, ഹാൻഡിൽ നിന്നും റിസ്റ്റ്, റിസ്റ്റിൽ നിന്നും എൽബോ, എൽബോയിൽ നിന്നും ഷോൾഡർ, ഷോൾഡറിൽ നിന്നും ട്രങ്ക്, ട്രങ്കിൽ നിന്നും ഹിപ്പ്, ഹിപ്പിൽ നിന്നും നീ, നീയിൽ നിന്നും ആംഗിൾസ്, ആംഗിൾസിൽ നിന്നും ടോസ്. എന്താണ് നിങ്ങൾ ശരീരത്തിനുള്ളിൽ അനുഭവിക്കുന്നതെന്ന് അറിയുക. ആ എനർജി അവിടെ നിന്ന് അങ്ങനെ ഇരിക്കുന്ന സമയം ഐ എം കൗണ്ടിങ് ഫ്രം 1 to 5, ഈ എനർജി എക്സ്പ്ലോഡ് ചെയ്യുന്നതും നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് ഒരു എനർജി ഫീൽഡിലേക്കായിരിക്കും. 1, വിത്ത് ഓൾ ദാറ്റ് എനർജി, വിത്ത് യുവർ പ്യൂർ ഇന്റൻഷൻ, നിങ്ങളുടെ ഒരു പുതിയ ഇന്റൻഷനോട് കൂടി 1, you are traveling to reach to an energy field. 2, അവിടുന്ന് എക്സ്പ്ലോഡ് ചെയ്ത് ശരീരത്തിനുള്ളിൽ നിന്ന് എക്സ്പ്ലോഡ് ചെയ്ത് എല്ലാ ചക്രത്തിലൂടെ സഞ്ചരിച്ച് സഹസ്രാരയിലൂടെ ശിരസിന്റെ മുകളിലൂടെ നിങ്ങൾ പൊട്ടിത്തെറിച്ചു പോകുന്ന പോലെ, ഒരു റോക്കറ്റ് പോകുന്ന പോലെ യു ആർ റീച്ചിങ് ടു ദാറ്റ് എനർജി ഫീൽഡ്. 3, 4 and 1, ലം ബം രം യം ഹം ഓം ആൻഡ് സൈലൻസിലൂടെ പുറത്തേക്ക് എത്തുകയാണ്. ഇപ്പൊ കാണുന്നത്, ഇപ്പൊ അറിയുന്നത്, ഇപ്പൊ മനസ്സിലാക്കുന്ന ആ സ്പേസിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യാം. Be in that space and travel to the depth of that space. Deeper, 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 deeper. Whirlingly you are traveling to the depth of that space. നിങ്ങളുടെ എനർജി കറങ്ങി 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 അതിന്റെ ഉള്ളിലേക്ക് വളരെ ഷാർപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. You are connecting to the consciousness of Kerala. കേരളത്തിന്റെ കോൺഷ്യസ്നെസ്സിനകത്ത് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങുന്ന സമയം, in this moment again I am counting from 3 to 1, you are going to implement your pure intention, what you want in this Kerala. 3, 2, 1. Wherever you are now, I'm again counting from 1 to 5.
you are connecting to another space. 1. Moving higher and higher. 2. വീണ്ടും 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 ഹയറിലേക്ക് ട്രാവൽ ചെയ്യണം. 3. Connecting to this space and meeting very higher master which is so available today. ഇന്ന് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു ഹയർ മാസ്റ്ററിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. 4. The name of the master is Ganesha. 5. Beyond all the religion, you can easily connect to Ganesha now. Invoking the energy of Ganesha, invoking that enlightened leadership of Ganesha now. Allow the Ganesha to bring a new clarity, a new understanding. Whatever we are unseen is opening with the Ganesha energy. That energy creates a fresh new start, helping to expanding our wisdom in all levels, helping us to go beyond the duality, transcend the duality and polarities. Feel that guiding force. Help us to face all the new challenge. So connect to that master and be there for another few more moments. गजाननं भूतगणादिसेवितं कवित्वजम्बूफलसारभक्षितम् उमासुदं शोकविनाशकारणं नमामि विघ्नेश्वर पादपङ्कजम्. Shanti, Shanti, Shanti. With the presence of the Ganesha in this moment, you can easily receiving all that unconditional love from your parents, from your mother and father. Because Ganesha really demonstrated, Ganesha ഏറ്റവും കൂടുതൽ demonstrate ചെയ്തിട്ടുള്ളതാണ് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം എങ്ങനെ receive ചെയ്യാം. So in this place, you can open your heart and receive the unconditional love for yourself inside your father and mother. Mata Pita, Guru Deva. In this moment, I am counting from 10 to 1. 10 മുതൽ 1ലേക്ക് കൗണ്ട് ചെയ്യുമ്പോൾ you slowly descending down, മെല്ലെ മെല്ലെ താഴോട്ട് വന്ന് ശിരസിലൂടെ നിങ്ങളുടെ ഊർജം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. 10, 10, 9, 9, 8, 8, 7, 7, 6, 6, 5, 5, 4,
ഈ എല്ലാ ഊർജവും മെല്ലെ മെല്ലെ താഴോട്ട് ഈ ശിരസിലേക്ക് ഇറങ്ങുകയാണ്. ശിരസിലൂടെ ശരീരത്തിലേക്ക്. 3, 2 and 1. ശിരസിലൂടെ ഈ ഊർജം മെല്ലെ 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 ഇറങ്ങി 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 താഴോട്ട് നെറ്റിയിലൂടെ, കണ്ണുകളിലൂടെ, ചെവിയിലൂടെ, കവിളുകളിലൂടെ, neck and throat area, shoulders and arms, entire back, spine, chest, abdomen, hip, buttocks, genitals, thighs, knees, calf muscles, ankles, toes. ആ ഒരു ഊർജം ഉള്ളിലും പുറത്തുമായി നിറഞ്ഞ് ഒരു പ്രൊട്ടക്ഷൻ ലെയറിലൂടെ സ്വസ്ഥമായി ഇരിക്കുകയാണ്. ഈ നിമിഷം നിങ്ങളിലൂടെ ഒരു ഫ്ലോ ഓഫ് എനർജി എല്ലാ നാഡീ ഞരമ്പുകളിലൂടെ, 72,000 നാഡീസിലൂടെ, സ്കിൻസിന്റെ ഓരോ പോഴ്സിലൂടെ, എല്ലാ സെൽസിലൂടെ, ടിഷ്യൂസിലൂടെ, ന്യൂറോൺസിലൂടെ, നെർവ്സിലൂടെ നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലൂടെയും സുന്ദരമായൊരു ഫ്ലോ. Feel that I am flow like a feminine energy and I am focused like a masculine energy. ആ ഫോക്കസ്ഡ് എനർജി നമ്മളെ ചുറ്റി പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയും അതിനുള്ളിൽ അമേസിംഗ് ആയി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. Stand like a mountain and flow like a river. Feel the mountain, that's your real focus, real determination, നിശ്ചയദാർഢ്യം. And flow like a river, your true feminine self. You are allowing your vulnerability to flow. ഈ ഫ്ലോയിലൂടെ സഞ്ചരിക്കുന്ന സമയം നിങ്ങളെ സ്റ്റാൻഡ് ലൈക്ക് എ മൗണ്ടൈൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പവർഫുൾ ഇമോഷനിൽ ഒന്നാണ് ആങ്കർ. ഫീൽ ദി ആങ്കർ എനർജി അഗെയിൻ ബാക്ക് ടു യുവർ ബോഡി. അതിനുള്ളിൽ ഫ്ലോ ചെയ്യുന്ന, vulnerably easily flow ചെയ്യുന്നതാണ് all that unwanted tears can letting go and joy is flowing. So just allow all the tears which holding on your eyes, neck, chest, lungs, heart area, spleen, liver, everywhere, whatever, allow to flow. Allow the joy to come inside, which you experienced as a child. Again, I'd like you to back and meet that child, that inner child. 5 വയസ്സിൽ താഴെയുള്ള ആ ചൈൽഡിനെ കാണുക. Just hug that vulnerable child. ആ കുഞ്ഞിനെ ഹഗ് ചെയ്യുക. The moment you hug, you spontaneously feeling some giggling inside. ആ കുഞ്ഞിനെ ഹഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഗിഗ്ലിംഗ്, ആ കുഞ്ഞുങ്ങളിലുള്ള ഗിഗ്ലിംഗ് മുഴുവനും നമ്മുടെ ചെസ്റ്റിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എൻട്രി ചെയ്യുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ അവിടെ നല്ലപോലെ നമുക്ക് വ്യക്തമായി അറിയാം എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് ഈ മാവേലിയുടെ നാട്ടിൽ നിന്ന് എന്താണ് വേണ്ടത്. മനസ്സിലൂടെ ഊഞ്ഞാലുകൾ, കളികൾ, ഓണത്തിന് ആസ്വദിക്കുന്ന ഓണസദ്യ, പുതിയ ഉടുപ്പ്, കൂട്ടുകാരും ബന്ധുക്കളും ഒത്തുള്ള ആ ദിനങ്ങൾ, ഇതെല്ലാം നല്ല പച്ചപ്പ്, പ്രകൃതി, ഊഞ്ഞാലാട്ടം, പുലികളി കാണൽ, ഇതെല്ലാം മെല്ലെ മെല്ലെ അത്ര രസിച്ച ആ കാലഘട്ടങ്ങൾ വീണ്ടും വരാനായി, ആ സുവർണ ദിനങ്ങൾ വീണ്ടും നമുക്കുള്ള ഇനി വരുന്ന തലമുറയും അനുഭവിക്കാനായി ഈ നിമിഷം അടുത്ത 2 മിനിറ്റും കൂടി
അവനവന്റെ ബ്രത്തിലും ശ്വാസത്തിൽ നിരീക്ഷിക്കുക, ശ്വാസത്തിലിരിക്കുക. ആ സമയം അവിടെ നിന്ന് വരുന്ന ആ എക്സൈറ്റ്മെന്റ് മുഴുവൻ ഈ നിമിഷം മെല്ലെ ഒരു ഡീപ്പായ ഒരു ബ്രെത്ത് എടുക്കുമ്പോൾ ഇൻഹേൽ and open your mouth and exhale. You make this sound ah. Again you are inhaling. While exhale you make this sound ooh. Next time you are taking inhale, making a humming sound. One more time, inhale, exhale. Inhale. Again, inhale and exhale. Last time. Again, with full excitement, full enthusiasm, full energy of that child inside. Inhale. 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 In this moment, you all stay there, eyes closed. In this time, I am requesting Meera to sing a song, whatever she feels. Meeraki ishtamulla onnu unmute ചെയ്തിട്ട് உலகெல்லாம் தீன்று அன்னை உன்னையெல்லாம் வேற கதியில்லை அம்மா. உலகெல்லாம் தீன்று அன்னை உன்னையெல்லாம் வேற கதியில்லை அம்மா. உலகெல்லாம் தீன்று அன்னை உன்னையெல்லாம் வேற கதியில்லை அம்மா அம்மா. என்னையோ வேடமீட்டுலக நாடகம் அரங்கினாட வீட்டாளம்மா. என்னையோ வேடமீட்டுலக நாடகம்
அரங்கினாட வீட்டாலம்மா என்னையோ வேட Meera, audio unmute, please. இனியாட முடியாத திருவுள்ளம் இறங்கி ஆடினது போதுமென்று போய் வரிக. இனியாட முடியாத திருவுள்ளம் இறங்கி ஆடினது போதுமென்று போய் வரிக. உன்னையெல்லாம் வேற கதியில்லை உலகெல்லாம் தீன்று அன்னை உன்னையெல்லாம் வேற கதியில்லை அம்மா அம்மா. நீயே மீனாட்சி காமாட்சி நீலாயதாட்சி திருவுடல் பேருடல் விளங்கும். நீயே மீனாட்சி காமாட்சி நீலாயதாட்சி இக பல பேருடல் விளங்கும். நிறைந்தவள் எங்கும் நிறைந்தவள் என் மனக்கோயிலிலே நிறைந்தவள் என் மனக்கோயிலிலே இருந்தருளிய தாயே திருமயிலே விளங்கும். இறைந்தவள் என் மனக்கோயிலிலே எழுந்தருளிய தாயே திருமயிலே விளங்கும். உன்னையெல்லாம் வேற கதியில்லை அம்மா. உலகெல்லாம் தீன்று அன்னை உன்னையெல்லாம் வேற கதியில்லை அம்மா அம்மா.
Yes. So now you can very slowly and gradually coming back by rubbing your palms, placing on your eyes and opening your eyes. Welcome to That's wonderful. You can share your experience in the group. ഞാനിപ്പോൾ ആരോടൊന്നും ചോദിക്കുന്നില്ല because today I feel it's too much. So thank you for all your participation. കഴിഞ്ഞ 6 ദിവസം ഇനി ഓരോ മന്തിലും വൺസോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ മെഡിറ്റേറ്റിംഗ് കേരള ഗ്രൂപ്പിൽ ഉണ്ടാവും, വരുന്നുണ്ടാവും. പുതിയ എന്താണോ അതാത് സമയം നേച്ചറിൽ നിന്ന് വരുന്നത് അതനുസരിച്ച് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്താ പറയുക എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, സേവ് ചെയ്ത് മറ്റ് ഫോർവേഡ്സ് ഷെയർ ചെയ്ത്, കാരണം അതിന്റെ എനർജിയുടെ ഫ്ലോ മാറ്റും. ഈവൻ ഒരു തരത്തിലുള്ള മറ്റ് മെസ്സേജ് ചിലപ്പോൾ നമുക്ക് സ്പിരിച്വലി ഗുണകരമാകുന്ന മെസ്സേജ് ആയിരിക്കും, പക്ഷെ ഞാൻ വേണ്ട എന്ന് ആവശ്യപ്പെടുന്നത് ഈ എനർജിക്ക് ഒരു പ്രത്യേക ഫ്ലോ ഉണ്ട്. ഇപ്പൊ ഞാനും എൻ്റെ ഒരു സുഹൃത്തും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മോഹൻലാൽ നല്ല മനുഷ്യനായിരിക്കാം, പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇരുന്ന് നമുക്ക് ഇഷ്ടപ്പെടും. ഇനി ഗണേശൻ വന്ന ഇടയ്ക്ക് ഇരുന്നാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ? സെയിം ആണ്, നല്ലതായിരിക്കാം, ബട്ട് ദയവ് ചെയ്ത് ഫോർവേഡ് ഇടരുത്. ഇത് എല്ലാവരോടും ഉള്ള റിക്വസ്റ്റ് ആണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതുക, അത് എങ്ങനെ ഈ വൈബ്രേറ്ററി ഫീൽഡിൽ സഹായകരമാക്കാം, അതിന് വേണ്ട കാര്യങ്ങൾ എഴുതുക. നമുക്ക് പുറത്തുനിന്നുള്ള എന്താ പറയാ അറിവുകളൊന്നും തൽക്കാലം എടുക്കുന്നില്ല, വേറൊന്നും കൊണ്ടല്ല, അതൊരു ഫ്ലോയെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് ഇറ്റ്സ് എ എനർജി ഫ്ലോ. നിങ്ങൾ മോർ ആൻഡ് മോർ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനർജിയുടെ ഫ്ലോ എങ്ങനെയാണ്, എനർജി എങ്ങനെയാണ് ലൈൻ ചെയ്യുന്നത്. സോ ഓരോന്നും റെസ്പെക്ട് ദി എനർജി, ഡീപ്ലി ഇന്ത്യൻ ഫോർ ഓൾ ഹീലിംഗ്സ്. എല്ലാ ദിവസവും 3 മിനിറ്റെങ്കിലും ആരെങ്കിലും മെഡിറ്റേഷൻ ചെയ്യിക്കുക, ആരെങ്കിലും ഒക്കെ പിടിച്ചിരുത്തി ബ്രെത്തിൽ ഒബ്സർവ് ചെയ്യിക്കുക. അതൊരു തീരുമാനം എടുക്കുക. എന്റെ മുമ്പ് വരുന്ന ഒരാളെ മെഡിറ്റേഷൻ ചെയ്യിക്കും, കുറച്ചേരൊക്കെ ഇരുത്തി അവരെ കൊണ്ടൊക്കെ ബ്രെത്തിലൊക്കെ ഒബ്സർവ് ചെയ്യുക. അവരോടും കേരള ദ ഗോഡ്സ് ഓൺ കൺട്രി ആവാനുള്ള പ്രേരണ നൽകുക. ഇങ്ങനെ മെല്ലെ മെല്ലെ, ഇറ്റ്സ് എ ടൈം ടേക്കിംഗ് പ്രോസസ്. ശരിക്കും നമ്മൾ ഇതിന്റെ ഒരു എനർജിയുടെ ഒരു വൈബ്രേഷൻ നമ്മൾ ഓരോരുത്തർ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 2021 ജൂണോ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ. ക്ഷമയുണ്ടെങ്കിലേ പറ്റുള്ളൂ, പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ലൈഫിൽ ഫ്രൂട്ട് കിട്ടും. അതാണ് മാസ്റ്റേഴ്സിന്റെ എന്താ പറയുക ഓഫർ, ഇൻഡിവിജ്വൽ ഓഫർ. അതാണ് നമ്മൾ ആരാണോ ആത്മാർത്ഥമായിട്ട് ഈ ഒരു വൈബ്രേറ്ററി ഫീൽഡിന് വേണ്ടി പണിയെടുക്കുന്നത്, തീർച്ചയായിട്ടും നമുക്ക് ഒരു ഇൻസെന്റീവ് ഉണ്ടാവും. വെറുതെ ഒന്നുമല്ല, കൈയും വിഷയമൊന്നുമല്ല ഇരിക്കുന്നത്. ദർ ആർ ഇൻസെന്റീവ്സ്. അത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾക്ക് ഓരോ കാര്യത്തിൽ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് അറിയാം ഇൻസെന്റീവ്സ് എങ്ങനെ കിട്ടുമെന്നുള്ളത്. സോ ഒന്നും ഫ്രീ ഒന്നും അല്ല, ഈ വേൾഡിലൊന്നും ഫ്രീ ആയിട്ടില്ല. അതിനും നമുക്ക് കിട്ടും, നമുക്ക് റിവാർഡ്സ് ഉണ്ട്. ബട്ട് യൂസ് യുവർ സിൻസിയർ എഫേർട്ട്. സിൻസിയർ എഫേർട്ട് എന്ന് പറയുന്നത് നമ്മളെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സിൻസിയർ എഫേർട്ട്. ഒരു റോസി ആയിട്ട് എയറിലൂടെ സഞ്ചരിക്കരുത്. 1. 2, ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരൊറ്റ സ്റ്റോറി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഈ സ്റ്റോറിക്കുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് കണ്ടെത്തുക, ചെയ്യുക. ഓക്കെ? അതായത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ സ്റ്റോറി ആയിട്ടാ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് ഈ മൃഗങ്ങളെ വളർത്തുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു 2 ഫാൽക്കൺ പക്ഷികളുണ്ടായിരുന്നു. പക്ഷികളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്രേസ്.
രണ്ട് ഫാൽക്കൺ പക്ഷികളില് ഇവര് എത്ര ഹൈറ്റ് വരെ നല്ല രസകരമായി പറക്കും എന്നുള്ളതാണ്. അപ്പം അതിലൊരു ട്രെയിനറിനെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്തപ്പോൾ ഒരു ഫാൽക്കൺ നല്ല ഹൈറ്റിൽ പറക്കുകയാണ്, മറ്റേ ഫാൽക്കൺ പറക്കുന്നില്ല. അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്, അത് പറക്കുന്നേ ഇല്ല. അത് വന്ന ദിവസം കഴിഞ്ഞിട്ട് അത് പറക്കുന്നേ ഇല്ല. സോ അപ്പൊ എന്ത് പറ്റി, വേറൊരു ട്രെയിനറെ കൊണ്ടുവന്നു. ഈ ട്രെയിനർ കുറച്ച് വയസ്സായ ഒരാളാണ്. അപ്പൊ ഈ ട്രെയിനർ ബെസ്റ്റ് ആണ്, എന്തിനേയും പറക്കാൻ ചുട്ടകോഴി വരെ പറപ്പിക്കുന്ന ആളാണ്. സോ ആ ട്രെയിനർ വന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറയുന്നില്ല, പക്ഷെ ആ ട്രെയിനർ വന്നു തൊട്ടടുത്ത ദിവസം തന്നെ ഫാൽക്കൺ പറക്കാൻ തുടങ്ങി. അപ്പൊ രാജാവ് വന്ന് ചോദിച്ചു, ഈ ഫാൽക്കണെ പറപ്പിക്കാൻ നിങ്ങൾ എന്താ ചെയ്തത്? കാരണം ഇത്ര നാളെ എത്രയോ ട്രെയിനേഴ്സ് വേറെ വന്നിട്ട് നടന്നില്ല, നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ അത് ഇരുന്ന ബ്രാഞ്ച് അങ്ങ് വെട്ടിക്കളഞ്ഞു. വാട്ട് ഇറ്റ് മീൻസ്, ready to come out from our comfort zone. So meditation ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ കംഫർട്ട് സോൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് പുറത്തു വരിക. അവിടെ ആക്ച്വലി റിസെന്റ്മെന്റും നമ്മളിലുള്ള വർക്കൊക്കെ ആക്ച്വലി ഓരോ കംഫർട്ട് സോണിൽ നിന്നുള്ള പുറത്തു വരലാണ്. സോ ദയവ് ചെയ്ത് ഞാൻ ഹീലായി എന്ന വിശ്വാസത്തിൽ കയറി ഇരുന്ന് സമയം കളയരുത്. നമ്മൾ ഹീലാകണം ആവുമ്പം എക്സാക്ട്ലി നമുക്ക് മനസ്സിലാവും, നമുക്ക് ഈവൻ പറയേണ്ടി വരില്ല. എൻലൈറ്റൻഡ് ആവുന്ന ഒരു മാസ്റ്റേഴ്സ് എൻലൈറ്റൻഡ് ആയെന്ന് പറയാറില്ല പുറത്ത്, കാരണം അവർ എൻലൈറ്റൻഡ് ആയി കഴിഞ്ഞു. ഈവൻ നമ്മള് എന്താ പറയുക, എവിടെ യാത്രയ്ക്ക് പോകുമ്പോഴും യാത്രയുടെ സ്റ്റേഷൻ എത്തുന്നവരെ നമുക്ക് ടിക്കറ്റിന്റെ ആവശ്യമുള്ളൂ, അത് കഴിയുമ്പോൾ നമുക്ക് ടിക്കറ്റിന്റെ ആവശ്യമില്ല. സോ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഒരു പുറത്തൊന്നും പറയേണ്ടി വരില്ല. ഓക്കെ, സോ വിഷ് യു ഓൾ എ ഹാപ്പി ഓണം. ഇനി മുമ്പിൽ വരാൻ പോകുന്ന ഓണമാണ്, ഇപ്പോഴേ ഞാൻ ഹാപ്പി ഓണം വിഷ് ചെയ്യാണ്. വളരെ രസകരമായ നമ്മുടെ ഫാമിലിയോടൊപ്പം നല്ല എന്താ പറയാ, നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സദ്യ. കാരണം സദ്യ വളരെ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. അതിൽ മാങ്ങാക്കറിയും എരിവും പൊടിയും മധുരവും പായസവും, അപ്പൊ അത് എൻജോയ് ചെയ്യാം. ഓക്കെ, അടുത്ത മാസം കാണാം. ബൈ ബൈ. Thank you, sir. Happy Thank you, Onam, sir. everyone. Thank you much. Thank you, sir. Thank you. Thank you, Rubin sir. Thank you, everyone. Thank you, sir. Thank you, sir.